الحمد لله والعاقبة للمتقين ولا عدوان إلا على الظالمين. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على خاتم الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. صدق الله العظيم. ആദരണീയനായ അധ്യക്ഷൻ, സോളിഡാരിറ്റി ജില്ലാ പ്രസിഡന്റ്, വേദിയിലിരിക്കുന്ന SIO-വിൻ്റെ പ്രസിഡന്റ്, എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ആദരണീയരായ എൻ്റെ രക്ഷിതാക്കളെ, സഹോദരന്മാർ, വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയം വളരെ ചെറിയ സമയത്തിനകം നിന്നുകൊണ്ട് അവതരിപ്പിക്കുക എന്നുള്ള ഒരു ചാലഞ്ചാണ് എൻ്റെ മുമ്പാകെ ഉള്ളത്. ഒരുപക്ഷെ കഴിഞ്ഞ 1.5 പതിറ്റാണ്ട് കാലമായി, ഒരുപക്ഷെ 2 പതിറ്റാണ്ട് കാലമായി ലോകത്തുടനീളം ചർച്ച ചെയ്യപ്പെടുന്ന, ലോകത്ത് ഒരുപക്ഷെ പൊളിറ്റിക്കൽ ടെക്ടോണിക് പ്ലേറ്റ്സ് മാറിയിട്ടുള്ള, ഡ്രിഫ്റ്റ് ചെയ്തിട്ടുള്ള വലിയ ഒരു വിഷയമാണ് ഭീകരവാദം, പ്രത്യേകിച്ച് ഇസ്ലാമിക ഭീകരവാദം എന്നത്. ഈ വിഷയത്തിൽ നിങ്ങൾ മൊത്തത്തിൽ എഴുത്തുകുത്തുകളും അതുപോലെ സംസാരങ്ങളും എടുത്തു നോക്കിയാൽ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ, തീർത്തും ഡയമെട്രിക്കലി ഓപ്പോസിറ്റായിട്ടുള്ള വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ നിങ്ങൾക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും. മുസ്ലിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ മുസ്ലിങ്ങൾ പറയും, മുസ്ലിങ്ങൾക്കൊരിക്കലും ഭീകരവാദിയാവുക സാധ്യമല്ല, ഇസ്ലാം ഒരിക്കലും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അതിനെതിരാണ് ഇസ്ലാം എന്ന് മുസ്ലിങ്ങൾ പറയും. അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഭീകരവാദികളാവുക സാധ്യമല്ല. അതേസമയം മറ്റു ചില ആളുകളോട് ഇസ്ലാമിക ഭീകരവാദത്തെക്കുറിച്ച് ചോദിച്ചാൽ അവർ പറയും, എല്ലാ മുസ്ലിങ്ങളാണ് ചെയ്യുന്നത് എന്നങ്ങ് പറയും. അതാണ് പൊതുബോധം. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ത്? ഇതിൻ്റെ ശരിക്കുമുള്ള കിടപ്പ് എവിടെ? കഴിഞ്ഞ 2019 പാർലമെൻ്ററി ഇലക്ഷൻ്റെ സന്ദർഭത്തിൽ മോദി സർക്കാർ രണ്ടാമതായിട്ട് അധികാരത്തിലേക്ക് വരുന്നതിന് മുമ്പ് നടന്ന പ്രചാരണ പരിപാടികളിൽ, അദ്ദേഹം നടത്തിയ ഒരുപാട് പ്രഭാഷണങ്ങളിൽ നിങ്ങൾ കാണാൻ സാധിക്കും. 2 സന്ദർഭങ്ങളിൽ, റിപ്പോർട്ട് ചെയ്യപ്പെട്ട സന്ദർഭങ്ങളിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഹിന്ദുക്കൾക്കൊരിക്കലും തീവ്രവാദികളാവുക സാധ്യമല്ല, കാരണം ഹിന്ദു ഫിലോസഫി അതിനെ അംഗീകരിക്കുന്നില്ല എന്ന് പറയും. ഇത് ശരിക്കും ഒരു ആത്യന്തിക വാദമാണ്. ഇത് ഏത് സമുദായത്തിൽപ്പെട്ട ആളുകൾ പറഞ്ഞാലും അതൊരു ആത്യന്തികമായ ഒരു തീർത്തും കമ്മ്യൂണലായ ഒരു വർഗീയമായ നിലപാടാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങൾ തീവ്രവാദത്തിൻ്റെ പ്രോസിക്യൂഷൻസ് കഴിഞ്ഞ ഒരുപക്ഷെ 19 വർഷമായിട്ട് ഇന്ത്യയിൽ നടക്കുന്ന തീവ്രവാദ കേസുകൾ നിങ്ങൾ പരിശോധിച്ചാൽ അതിൽ 5 തരം കേസുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ 5 തരത്തിൽ കോട്ട് ആൻഡ് കോട്ട് തീവ്രവാദികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലൊന്ന് തീർത്തും നിരപരാധികളായ, കേസുമായി യാതൊരു ബന്ധവുമില്ലാത്ത യുവാക്കളെയും വലിയവരെയും പിടിച്ച് അവരെ ടോർച്ചർ ചെയ്ത്, എൻഹാൻസ്ഡ് ഇൻട്രോഗേഷൻ ടെക്നീക്സ് എന്ന് CIA ഡോക്യുമെൻറ്റ്സിൽ പറയുന്ന ആ മുറകൾ ഉപയോഗിച്ചുകൊണ്ട് അവരിൽ നിന്ന് കൺഫെഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സ്ട്രാക്റ്റ് ചെയ്യുക, അവരിൽ നിന്ന് കുറ്റം ഏറ്റുപറയുന്ന അല്ലെങ്കിൽ കുറ്റം സമ്മതിക്കുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതി വാങ്ങുക എന്ന് പറയുന്ന നടപടിയാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് പോലീസിൻ്റെ ഇൻഫോമേഴ്സ്, പോലീസിൻ്റെ മുഖ്ബിർ എന്ന് പറയുന്ന വിഭാഗം ആളുകൾ. അവർ കൃത്യമായി പോലീസിന് വിവരം കൊടുക്കും എല്ലാ സംഗതികളെയും സംബന്ധിച്ച്. അങ്ങനെയുള്ള മുഖ്ബിറുകൾ തെറ്റായ സംഗതികൾ ചെയ്യിപ്പിക്കുന്നതിനിടയിൽ, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിനിടയിൽ അവർ ഒരുപക്ഷെ മനസ്സാക്ഷി കുത്തുകൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ എനിക്ക് ചെയ്യാൻ കഴിയില്ല, ഇപ്പണി എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്തിരിയും. ആ സമയത്ത് അവരെ കൊണ്ടൊരു ചെറിയൊരു പണിയെടുപ്പിക്കും. അത് അവൻ്റെ ജീവിതത്തിൽ അവസാനത്തെ പണിയായിരിക്കും. അവൻ അതോടുകൂടി കേസിൽ, ഒരു തീവ്രവാദ കേസിൽ കുടുങ്ങി അദ്ദേഹം തീവ്രവാദിയായി മാറും എന്നുള്ളതാണ് പിന്നെ സംഭവിക്കുന്നത്. ഇതിനുദാഹരണമാണ്
ഇർഷാദ് അലി ആൻഡ് മൗരിഫ് ഖമർ വേഴ്സസ് എ സ്റ്റേറ്റ് ഓഫ് ഡൽഹി എന്ന് പറയുന്ന ഡൽഹിയിലെ കേസ്. ഇർഷാദ് അലി ഇപ്പോൾ നിലവിൽ ഒരു ഡൽഹി ടാക്സി ഓടിക്കുന്ന ഒരു ടാക്സി ഡ്രൈവർ. അദ്ദേഹം വിശദമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കഥ മൻമോഹൻ സിംഗിന് അദ്ദേഹം ലക്നൗ പ്രിസണിൽ നിന്നുകൊണ്ട് അദ്ദേഹം എഴുതുന്ന കത്ത് ഹിന്ദുസ്ഥാൻ ടൈംസിലും അതുപോലെ ടൈംസ് ഓഫ് ഇന്ത്യയിലും വിശദമായിട്ട് തന്നെ പ്രസിദ്ധീകരിക്കപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു പോലീസ് ഇൻഫോമറായിരുന്നു, എന്നിട്ട് ഞാൻ ഈ പറയുന്ന പണികളൊന്നും ചെയ്യാതിരുന്നൊരു ഘട്ടത്തിൽ എന്നെ കൊടുക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എഴുതുന്നത്. പിന്നീട് ഒരു CBI എൻക്വയറിയിലൂടെ ശരിയാണെന്ന് ബോധ്യപ്പെടുകയും അദ്ദേഹം നിരപരാധിയായിട്ട് തെളിയിക്കപ്പെടുകയും അദ്ദേഹം പുറത്തിറങ്ങുകയും ചെയ്തു. ഇതാണ് രണ്ടാമത്തെ തരം കേസ്. മൂന്നാമത്തെ കേസ് എന്താണെന്ന് ചോദിച്ചാൽ അണ്ടർ കവർ ഏജൻറ്റ്സ് ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ. അവർ പോലീസാണെന്ന് ആർക്കും അറിയില്ല. ഉദാഹരണത്തിന് ഒരു ജിംനേഷ്യം ഇൻസ്ട്രക്ടർ, അല്ലെങ്കിൽ ഒരു പള്ളിയിലെ ഇമാം, അല്ലെങ്കിൽ ഒരു സംഘടനയുടെ ആൾ, അല്ലെങ്കിൽ ഒരു സാമൂഹിക പ്രവർത്തകൻ, അവർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും, അവർ ആളുകളെ കൊണ്ട് അവരെ ജിഹാദിലേക്ക് കൊണ്ടുപോവുക, അവരെ ജിഹാദിലേക്ക് അല്ലെങ്കിൽ സായുധമായ പോരാട്ടത്തിലേക്ക് അവരെത്തിക്കാനുള്ള ശ്രമം നടത്തുക, അവരെ ബോധ്യപ്പെടുത്തുക. ഇത് കണ്ടില്ലേ, വീഡിയോ കണ്ടില്ലേ, നമ്മുടെ മുമ്പിലുള്ള ഏക വഴി ജിഹാദാണ്, നമ്മളിവിടെ ഹോപ്പില്ല, നമുക്കിവിടെ പ്രതീക്ഷയില്ല, അതുകൊണ്ട് നമുക്കൊരു യുദ്ധം ചെയ്യണം, അത് മാത്രമേ പ്രതീക്ഷയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ അതിലേക്ക് കൊണ്ടുപോവുക. ഇതാണ് മൂന്നാമത്തെ മോട്ടീവ്. അമേരിക്കയിൽ ഒരു കേസുണ്ട്, വളരെ പ്രസിദ്ധമായൊരു കേസ്. ട്രെവോർ അറോൺസൺ എന്ന് പറയുന്ന മദർ ജോൺസ് എന്ന അമേരിക്കൻ പത്രത്തിൽ, വെബ് പോർട്ടലിൽ അദ്ദേഹം എഴുതുന്നൊരു കഥ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു കുട്ടി, അദ്ദേഹം ബംഗ്ലാദേശിൽ നിന്ന് പഠിക്കാൻ വേണ്ടി അമേരിക്കയിലേക്ക് വന്നതാണ്. കമ്പനി സെക്രട്ടറിഷിപ്പ് പഠിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്നിട്ട് ആ പഠനത്തിനിടയിൽ അദ്ദേഹം താമസിക്കുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലാണ്. അദ്ദേഹം ലിഫ്റ്റിലേക്ക് കയറിയപ്പോൾ ഒരു മൗലാനയെ പരിചയപ്പെടുന്നു. ആ മൗലാന അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എൻ്റെ പേരെന്താണ്? അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നൊരു മുസ്ലിം പേരാണ്. അദ്ദേഹം അത് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ചോദിച്ചു, താങ്കൾ മുസ്ലിമാണോ? വെറുതെ ഞാൻ മുസ്ലിമാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി താഴെയുള്ള ഫ്ലോറിൽ വരാത്തത്? ഏറ്റവും താഴെയുള്ള ബേസ്മെൻറ്റിലുള്ള പ്രെയർ ഹാളിലേക്ക് എന്തുകൊണ്ടാണ് വരാത്തത് എന്ന് ചോദിച്ചു. എനിക്ക് നിസ്കരിക്കാൻ അറിയില്ല, ഞാൻ അങ്ങനെയുള്ളൊരു ഫാമിലിയിൽ നിന്നാണ് വരുന്നത് എന്ന് അദ്ദേഹം വിശദീകരിച്ചു. പിന്നെ അദ്ദേഹം പറഞ്ഞു, നിങ്ങളത് വാ, ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചുതരാം, നിസ്കാരമൊക്കെ പഠിപ്പിച്ചുതരാം. അങ്ങനെ അദ്ദേഹം അവിടെ പോകുന്നു. അദ്ദേഹം നമസ്കാരം പഠിപ്പിക്കുന്നു. ആദ്യമായിട്ട് നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും, ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങൾ, ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ മൂല്യങ്ങൾ, ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ അധ്യാപനങ്ങൾ, ഇതെല്ലാം അദ്ദേഹത്തെ വിശദമായിട്ട് പഠിപ്പിച്ചു കൊടുത്തു. 6 മാസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ വേഷഭൂഷാദികളൊക്കെ മാറി. അദ്ദേഹം ഒരു പക്ക ഒരു മുസൽമാൻ ആയി മാറി. കുർത്ത പജാമ ഇടുന്ന, തൊപ്പിയിട്ട, നല്ല താടിയൊക്കെ ഉള്ള ഒരാളായി മാറി. അബ്ദുൽ കരീം എന്ന് പറയുന്ന ഈ മൗലാന അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ ശരിക്കും ഒരു മുസ്ലിം ആയിട്ടില്ല, മുസ്ലിം ആവണമെങ്കിൽ ഒരു കാര്യം കൂടെ ചെയ്യാം. അതെന്താ? അത് ജിഹാദാണ്. ജിഹാദ് ചെയ്താൽ മാത്രമേ താങ്കൾ മുസ്ലിം ആവുകയുള്ളൂ. അദ്ദേഹം പറഞ്ഞു, അതെന്താണ് സംഭവം? അദ്ദേഹത്തെ അത് പഠിപ്പിക്കണം. എന്നിട്ട് തെറ്റായ ജിഹാദ്, ഇസ്ലാമിലില്ലാത്തൊരു ജിഹാദ്, അത് അദ്ദേഹത്തെ പഠിപ്പിക്കുകയും അങ്ങനെ അദ്ദേഹത്തോട് പറയാണ്, ഒരാൾ നാളെ വരും, അദ്ദേഹം താങ്കൾക്ക് വിശദമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു തരും. അങ്ങനെ പിറ്റേ ദിവസം അദ്ദേഹം അൽഖായിദ ആളാണ്. അദ്ദേഹം പിറ്റേ ദിവസം വരും, താങ്കളെയും കൂട്ടി വണ്ടിയിൽ യാത്ര ചെയ്യും. എന്നിട്ട് താങ്കൾക്ക് സംഗതികളൊക്കെ പറഞ്ഞു തരും, നിങ്ങൾ പ്ലാൻ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ കൂടെ രണ്ടാമത്തെ ദിവസം GMC വണ്ടിയിൽ യാത്ര ചെയ്യും. ഒരു വലിയ വണ്ടിയിൽ മുൻപിലിരുന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ യാത്രയാണ്. അബ്ദുൽ സത്താർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അങ്ങനെ അദ്ദേഹം സ്ഥലം ഓരോന്നായിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഇവിടെ ടാർഗറ്റ് ചെയ്താലോ? അത് വേണ്ട. അദ്ദേഹം പറയുകയാണ്, ഐ വോണ്ട് ടു ഡു സംതിങ് വെരി 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 ബിഗ്. എനിക്ക് വളരെ വലുതെന്തെങ്കിലും ചെയ്യണം, ചെറുതെന്തെങ്കിലും ചെയ്താൽ പറ്റും. അപ്പോൾ അദ്ദേഹം വണ്ടിയായിട്ട് നേരെ ഫെഡറൽ റിസർവിൻ്റെ മുമ്പിൽ നിർത്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ആണ് ടാർഗറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഫെഡറൽ റിസർവിൻ്റെ ഗേറ്റിൻ്റെ ഏതാണ്ട് ഒരു 900 മീറ്റർ ദൂരെ അതിൻ്റെ വിസിനിറ്റിയിലുള്ളൊരു ഹോട്ടൽ മുറി അദ്ദേഹം ബുക്ക് ചെയ്യുകയും എന്നിട്ട് ആ റൂമിൻ്റെ ജനാലിലൂടെ ആ ഫെഡറൽ റിസർവിൻ്റെ മെയിൻ ഗേറ്റ് കാണും.
അങ്ങനെയുള്ളൊരു റൂം, ആ റൂം ബുക്ക് ചെയ്ത് കൊടുത്തു. നിങ്ങൾ അവിടെ നിന്നിട്ട് ഈ ട്രിഗർ കയ്യിലുള്ള മൊബൈൽ ഇതിൽ 10 നമ്പർ അടിച്ചിട്ട് ഗ്രീൻ ബട്ടൺ അമർത്താൽ പൊട്ടും. അവിടെ ഒരു വാൻ വെച്ച് വാനോ വന്നിട്ട് അവിടെ നിർത്തുന്നു. ആ വാൻ അവിടെ നിന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നിൽക്കണം, അപ്പോൾ പൊട്ടും. അങ്ങനെ വിശദമായ പ്ലാനിങ്ങോട് കൂടി അദ്ദേഹം അത് ചെയ്യുകയാണ്. അദ്ദേഹം അത് വണ്ടിയോടെ വന്നു, ഇദ്ദേഹം അമർത്തി, ഒന്നും സംഭവിച്ചില്ല. രണ്ടാമത്തെ തവണ വീണ്ടും അമർത്തി, ഒന്നും സംഭവിച്ചില്ല. മൂന്നാമത്തെ തവണ വീണ്ടും അമർത്തിയപ്പോൾ 4 ഭാഗത്തും FBI ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് വന്നിട്ട് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. എല്ലാ തൊണ്ടി മുതലുമായിട്ട് എല്ലുമായിട്ട് അദ്ദേഹത്തെ പിടിച്ചു. കോടതിയിലെത്തിയപ്പോൾ ട്രെവോർ ആരോൺസൺ എന്ന് പറയുന്ന ഈ കഥ എഴുതിയ അദ്ദേഹം കോടതിയിലുണ്ട്. അദ്ദേഹം ഈ മുഴുവൻ ട്രയലും നേർക്കുനേരെ കാണുകയാണ്. അവിടെ ആദ്യമായിട്ട് ഇവർ എവിഡൻസസ് ഓരോന്നോരോന്നായിട്ട് പ്രസൻറ്റ് ചെയ്യണം. എവിഡൻസ് ഒന്നാമത്തേത് വീഡിയോ എവിഡൻസസ് ആണ്. ഇദ്ദേഹം സംസാരിക്കുന്ന കോൺവെർസേഷൻസ് മറ്റേയാളുമായിട്ട്, ഐ വോണ്ട് ടു ഡു സംതിങ് വെരി 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 ബിഗ് എന്ന് പറയുന്ന ആവശ്യം, അതുപോലെ ഇദ്ദേഹം ട്രിഗർ ഏറ്റുവാങ്ങുന്ന സന്ദർഭം, അദ്ദേഹവുമായിട്ട് ബൈഅത്ത് ചെയ്യുന്ന വീഡിയോ, അങ്ങനെ എല്ലാ വീഡിയോ ഓഡിയോയും ആണ് ആദ്യം അവിടെ പ്ലേ ചെയ്യുന്നത്. ഒരിക്കലും ഒരു ക്രിമിനൽ പ്രോസിക്യൂഷൻ നടക്കുന്ന സമയത്ത് ഇത്രയും വിശദമായ തെളിവുകളോടുകൂടി ഒരിക്കലും പ്രോസിക്യൂഷൻ തയ്യാറായിട്ട് ഹോംവർക്കോടുകൂടി വരാറില്ല. പക്ഷെ ഇങ്ങനെ അസാധാരണമായ രീതിയിൽ തെളിവിൻ്റെ ഒരു വലിയ കൂമ്പാരവുമായിട്ട് ഇവർ പ്രത്യക്ഷപ്പെട്ടത് കണ്ടപ്പോൾ ട്രെവോർ ആരോൺസൺ ഒന്ന് അമ്പരന്നു. അദ്ദേഹം പിന്നെ കാത്തിരുന്നു, അടുത്ത തെളിവ് എന്താണ്? അടുത്ത തെളിവ് വിറ്റ്നസ്സാണ്, സാക്ഷികൾ. ഒന്നാമത്തെ സാക്ഷി ഈ മൗലാനയാണ്. അദ്ദേഹം വന്നിട്ട് പോലീസിൻ്റെ സാക്ഷി, പ്രോസിക്യൂഷൻ വിറ്റ്നസ് PW. അദ്ദേഹം വന്നിട്ട് പറയാണ്, ഞാൻ ആണ് മൗലാന, ഞാൻ യഥാർത്ഥത്തിൽ FBI ഏജൻ്റാണ്, ഞാൻ ഇദ്ദേഹത്തെ കൊണ്ട് ഇന്നത് ചെയ്യിപ്പിച്ചു, ഇത് സംഗതികളൊക്കെ ഞാനാണ് അദ്ദേഹത്തെ ചെയ്യിപ്പിച്ചത് എന്ന് വിശദമായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് ഡിഫൻസ് ലോയർ ചോദിച്ചത്, എന്താണ് കഥ? താങ്കളെയാണല്ലോ ശിക്ഷിക്കേണ്ടത്, കുറ്റവാളി അദ്ദേഹമില്ലല്ലോ, താങ്കളാണല്ലോ തെറ്റ് ചെയ്യിപ്പിച്ചത്. അതുപോലെ തന്നെ രണ്ടാമത് വന്നു, നേരത്തെ പറഞ്ഞ അൽ-ഖായിദയുടെ ആള്, അദ്ദേഹവും എന്ന് പറയപ്പെടുന്ന ആള്, അദ്ദേഹം FBI ഏജൻ്റാണ്. അദ്ദേഹത്തെയാണല്ലോ നിങ്ങളെയാണല്ലോ ശിക്ഷിക്കേണ്ടത്, നിങ്ങളാണല്ലോ സാധനം കൊണ്ട് നിർത്തിയത്, സാധനം മുഴുവൻ പ്രൊവൈഡ് ചെയ്ത് നിങ്ങളാണല്ലോ ഫെസിലിറ്റേറ്റ് ചെയ്തത്, നിങ്ങളാണോ അദ്ദേഹത്തെ റാഡിക്കലൈസ് ചെയ്തത്. ഈ ചോദ്യം ചോദിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ മൊത്തം ടെറർ പ്രോസിക്യൂഷൻസിൻ്റെ ഒരു വളരെ കോമൺ ആയിട്ടുള്ള അടിസ്ഥാനപരമായ ഒരു ഡിസ്കോഴ്സ് പ്രതിനിധാനം ചെയ്യുന്നൊരു വാക്ക് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കോടതിയിൽ. അതാണ് പ്രിയംറ്റീവ് അറസ്റ്റ്. അദ്ദേഹം പറയുന്നത്, ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ആസ് പ്രിയംറ്റീവ് അറസ്റ്റ്. ഇവരൊരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ഇദ്ദേഹം തെറ്റ് ചെയ്താലോ എന്ന് നമ്മൾ വിചാരിച്ച് തൽക്കാലം ഇദ്ദേഹം അങ്ങനെ റാഡിക്കലൈസ് ചെയ്യപ്പെടുമോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തതാണ്, ആളുകളെ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് അയച്ചിട്ട് നോക്കിയതാണ്. അങ്ങനെ അദ്ദേഹം ചെയ്യും എന്ന് നമ്മൾ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ നമ്മൾ ശിക്ഷിക്കണം. നാളെ ഒരുപക്ഷെ ശരിക്കുമുള്ള ഏതെങ്കിലും ഒരു തീവ്രവാദിയാണ് അദ്ദേഹത്തെ റാഡിക്കലൈസ് ചെയ്തതെങ്കിൽ എത്ര ആളുകളുടെ ജീവൻ നഷ്ടപ്പെടും. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ പ്രിയംറ്റീവായിട്ട് നമ്മൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം. ഇതേ ന്യായമാണ് സദ്ദാം ഹുസൈനെ ആക്രമിക്കാൻ വേണ്ടി അമേരിക്ക ഉപയോഗിച്ചത്. സദ്ദാം ഹുസൈൻ ചരിത്രത്തിൽ ഒരിക്കലും അമേരിക്കയെ ആക്രമിച്ചിട്ടില്ല. പക്ഷെ അവർ 2003 ഇറാഖിനെ തകർത്ത് തരിപ്പണമാക്കാൻ, അതിനവർ കാരണം പറഞ്ഞത് സദ്ദാം ഹുസൈൻ പൊസസ് ബയോളജിക്കൽ ആൻഡ് കെമിക്കൽ വെപ്പൺസ്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ രാസായുധങ്ങളുണ്ട്. അദ്ദേഹം ഒരു ഓർഡർ പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ 45 മിനിറ്റിനകം അമേരിക്കയെ അദ്ദേഹം താറുമാറാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് പോൾ വുൾഫോവിറ്റ്സും അതുപോലെ ഡൊണാൾഡ് റംസ്ഫെൽഡും കോണ്ടിലിസ റൈസും ഒക്കെ അന്ന് ലോകത്ത് മുഴുവൻ നടന്ന് പ്രസംഗിച്ച് ഇറാഖിനെതിരെ ഒരു കൺസെൻസസ്, യുദ്ധം ചെയ്യാനൊരു ഏകാഭിപ്രായം രൂപപ്പെടുത്തി. ഈ പറയുന്ന വാദം, പ്രിയംഷൻ എന്ന് പറയുന്നതാണ് ഈ പറയുന്ന മൂന്നാമത്തെ മോഡ്യൂൾ. എന്ന് പറഞ്ഞാൽ ആളുകളെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുക, എന്നിട്ട് അവരെ കൊടുക്കുക. ഇതിനൊരുപാട് തെളിവുകൾ നമുക്ക് ഇന്ത്യയിലും കാണാൻ സാധിക്കും. അതിലൊന്നാണ് ഇർഷാദ് അലിയുടെ തന്നെ കേസ്. ഇർഷാദ് അലി അങ്ങനെ ആളുകളെ കൊടുക്കുന്ന ഇൻസ്റ്റിഗേറ്റർ ആണ് എന്ന് അദ്ദേഹം തന്നെ പറയുകയും അത് CBI എൻക്വയറിയിൽ തെളിയിക്കപ്പെടുകയും എന്നിട്ട് അദ്ദേഹം വെറുതെ വിടപ്പെടുകയും ചെയ്തു. നാലാമത്തെ മോഡ്യൂൾ എന്താണെന്ന് ചോദിച്ചാൽ, അറിയപ്പെട്ട കുറ്റവാളികൾ, ഗുണ്ടകൾ, സാമൂഹിക ദ്രോഹികൾ
അവരെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ പോലീസിൻ്റെ സ്വയം തന്നെയുള്ള പ്രൊമോഷൻ, ഗാലൻട്രി അവാർഡ്സ്, അതുപോലെ തന്നെ അവരുടെ പിന്നെ അംഗീകാരം, റെക്കഗ്നിഷൻസ്, അതിനു വേണ്ടിയിട്ട് അവർ കിട്ടിയ ആ കുറ്റവാളിയെ അദ്ദേഹത്തിന് തീവ്രവാദിയാക്കിയിട്ട് മാറ്റും. അതെന്തിനാ ചോദിച്ചാൽ സാധാരണ കുറ്റവാളിയാണെങ്കിൽ റെക്കഗ്നിഷൻ അത്രയധികം കിട്ടില്ല. ഇദ്ദേഹം ഒരു വലിയ തീവ്രവാദിയാണെന്ന് ലേബൽ ചെയ്താൽ വലിയൊരു കുറ്റവാളിയായിട്ട്, വലിയൊരു പോലീസുകാരനായിട്ട് ലേബൽ ചെയ്യപ്പെടുകയും അദ്ദേഹത്തിന് അംഗീകാരവും അവാർഡ്സും പ്രൊമോഷനും ഒക്കെ കിട്ടും. അതുകൊണ്ടൊരു സാധാരണ കുറ്റവാളിയെ വലിയൊരു കുറ്റവാളിയാക്കിയിട്ട് തീവ്രവാദിയായിട്ട് ചിത്രീകരിക്കും. ഇതാണ് 4ാമത്തെ മോഡ്യൂൾ. 5ാമത്തെ മോഡ്യൂൾ എന്താണെന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ തന്നെ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ, അത് ഖുർആൻ ഹദീസ് ആവണമെന്നില്ല, അത് എന്തുമാവാം, അവർക്ക് ബോധ്യപ്പെടുന്ന ഒരു ടെക്സ്റ്റ്, ആ ടെക്സ്റ്റിൻ്റെ പിൻബലത്തിൽ അവർ വിശ്വസിക്കുകയാണ് ഈ നാട്ടിൽ മാറ്റം സംഭവിക്കണമെങ്കിൽ, ഇവിടെ എന്തെങ്കിലും ഒരു സാമൂഹികമായ അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഒരു കാര്യലാഭം സിദ്ധിക്കണമെങ്കിൽ, അവിടെ നടക്കണമെങ്കിൽ, സ്ഥാപിക്കപ്പെടണമെങ്കിൽ, അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒരു മൂല്യം അവിടെ സ്ഥാപിക്കപ്പെടണമെങ്കിൽ അതിന് ഉപയോഗിക്കേണ്ടത് ഗണ്ണാണ്, അതിനുപയോഗിക്കേണ്ടത് വെപ്പനാണ് എന്നൊരാൾ വിശ്വസിക്കും യഥാർത്ഥത്തിൽ തന്നെ. എന്നിട്ട് അതിനു വേണ്ടിയിട്ട് അദ്ദേഹം പണിയെടുക്കും. അങ്ങനെയുള്ള ആളുകളും ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ മുസ്ലിങ്ങളിൽ അങ്ങനെയുള്ള ആളുകളുണ്ടോ എന്ന് ചോദിച്ചാൽ മറുപടി ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ തോത് എത്രയും ചോദിച്ചാൽ വളരെ മിനിസ്ക്യൂൾ മൈനോറിറ്റി ആണെന്നുള്ളതാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. നിങ്ങൾക്ക് വിരൽ ഇങ്ങനെ പിന്നെ പിടിച്ചാൽ പക്ഷെ കിട്ടൂല, അത്രത്തോളം മിനിസ്ക്യൂൾ ഇൻ നമ്പേഴ്സ്. അങ്ങനെ ഉണ്ട് എന്നുള്ളതൊരു സത്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ അതിലുള്ള കാറ്റഗറീസ് എന്ത്, അത് എങ്ങനെയുള്ള ആളുകളാണ്? അതിൽ 2 കാറ്റഗറീസ് ഉണ്ട്. ഒന്ന്, സായുധമായി ഒരു മിലിറ്ററി ഒക്കുപ്പേഷൻ, അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സായുധമായ റെസിസ്റ്റൻസ് മൂവ്മെൻറ്റ്സ് എന്നതിലേക്ക് സായുധമായി സംഘടിക്കുന്ന ആളുകളുണ്ട്. ഉദാഹരണത്തിന് ഫലസ്തീനിലുള്ള ഹമാസ്, അല്ലെങ്കിൽ ചെച്നിയ, ബോസ്നിയയിലുള്ള പോരാളികൾ, ഇവരൊക്കെ അക്കൂട്ടത്തിൽ നമുക്ക് പെടുത്താം. അതേസമയം 2ാമത്തൊരു വിഭാഗം ആളുകളുണ്ട് ഈ പറയുന്ന സായുധ പോരാട്ടത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ. അതാരാന്ന് ചോദിച്ചാൽ അവർ വിശ്വസിക്കുന്നത്, ഇതാണ് അപകടകാരികൾ, ഇതാണ് ഏറ്റവും കൂടുതൽ അപകടകാരികൾ. അവർ വിശ്വസിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായി 5 വിഷയത്തിൽ മുസ്ലിം സമുദായം ഒരു ഭാഗത്തും അവർ മറുഭാഗത്തുള്ളത്. ഈ പറയുന്ന ചെറിയൊരു വിഭാഗം ആളുകൾ മറുഭാഗത്തും മുസ്ലിം സമുദായം ഒന്നടങ്കം വേറൊരു ഭാഗത്തുള്ളത്. ആ 5 വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് അൽ വലാ വൽ ബറാ ഫിൽ ഇസ്ലാം എന്ന് പറയുന്ന ആശയമാണ്. ഇസ്ലാമിലെ ചങ്ങാത്തവും ശത്രുതയും എന്ന് പറയുന്ന ആശയം സൂറത്തുൽ മുംതഹിനയിലെ 1-2 ആയത്തുകളും സൂറത്തുൽ മാഇദയിലെ 51ാമത്തെ ആയത്തും ആണ് അതിൻ്റെ അടിസ്ഥാനമായി ധരിക്കപ്പെടുന്നത്. പക്ഷെ അതിനുശേഷം അതിനെ ആസ്പദമാക്കിയിട്ട് എഴുതപ്പെട്ട ഒരുപാട് പുസ്തകങ്ങൾ, 980 അബൂ മുഹമ്മദ് അൽ ഖഹ്താനി എഴുതിയ അൽ വലാ വൽ ബറാ ഫിൽ ഇസ്ലാം, അതിനുശേഷം 90കളിൽ എഴുതപ്പെട്ടിട്ടുള്ള സാലിഹ് ഫൗസാൻ്റെ അൽ വലാ വൽ ബറാ ഫിൽ ഇസ്ലാം, അതിനെയൊക്കെ വെല്ലുന്ന, അതിനെയൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് പിന്നെ അൽ ഖായിദയുടെ നേതാവ് ഐമൻ അൽ സവാഹിരി എഴുതിയ അൽ വലാ വൽ ബറാ ഫിൽ ഇസ്ലാം, അതിനെയും അസ്ഥാനത്താക്കിക്കൊണ്ട് അബൂ മുഹമ്മദ് മഖ്ദിസി എഴുതിയ അൽ വലാ വൽ ബറാ ഫിൽ ഇസ്ലാം. ഈ പുസ്തകങ്ങളൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇതിൻ്റെ ആശയം, ഇതിൻ്റെ അടിസ്ഥാനങ്ങളെ, ഈ പറയുന്ന പിന്നെ വ്യതിചലിച്ച പിഴച്ച ഈ ആശയത്തിൻ്റെ അടിത്തറ പാകുന്നത്. ഇതാണ് ഒന്നാമത്തെ ഭാഗം, അൽ വലാ വൽ ബറാ ഫിൽ ഇസ്ലാം. 2ാമത്തെ ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ ജിഹാദ് എന്ന് പറയുന്ന ആശയമാണ്. ആ ജിഹാദിനെ സംബന്ധിച്ച് മുസ്ലിം സമുദായത്തിന് കൃത്യമായ ബോധ്യമുണ്ട് എന്താണ് ജിഹാദ്. പക്ഷേ ഇവർ വിശ്വസിക്കുന്നത് ജിഹാദിൻ്റെ ഇല്ലത്തെ ജിഹാദ് എന്ന് പറയുന്നത് കുഫ്റാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. എവിടെ കുഫറുണ്ടോ അവിടെ ജിഹാദുണ്ട്. കുഫറിനെ വൈപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജിഹാദ്. വഖാത്തിലുഹും ഹത്താ ലാ തകൂന ഫിത്ന എന്ന് പറയുന്ന ഖുർആനിൻ്റെ ആയത്ത് അതിനവർ ഉപയോഗിക്കും. ഏറ്റവും വലിയ ഫിത്ന കുഫറാണ്. അപ്പോൾ ഖുർആൻ പറയാണ് വഖാത്തിലുഹും ഹത്താ ലാ തകൂന ഫിത്ന അവസാനിക്കുന്നത് വരെ നിങ്ങൾ കൊല്ലണം എന്ന് പറയുന്നു. ആ കുഫറിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ജിഹാദ് എന്ന് അവർ വിശദീകരിക്കുന്നു. എന്നിട്ട് അതിനു വേണ്ടിയിട്ടൊരു വലിയൊരു ആശയ പ്രപഞ്ചം തന്നെ അവർ കെട്ടിപ്പടുക്കുന്നു. ഇതാണ് 2ാമത്തെ വിഷയം. 3ാമത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ ഖിലാഫത്ത് എന്ന് പറയുന്ന ആശയമാണ്. ഖിലാഫത്ത്, അവർക്ക് അവരുടേതായ ഒരു ഖിലാഫ സങ്കല്പമുണ്ട്. 4ാമതായിട്ട് തക്ഫീർ, മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന ഒരുപാട് ആളുകൾ കാഫിറുകളാണ്, അല്ലെങ്കിൽ മുർത്തദ്ദുകളാണ്, അല്ലെങ്കിൽ മുനാഫിക്കുകളാണ്, അല്ലെങ്കിൽ മുർജിയ ആണ്
എന്ന് അവരങ്ങ് വിധി എഴുതുകയും, എന്ന് മാത്രമല്ല കാഫിറിനെ അല്ലെങ്കിൽ കൊല്ലണം എന്നവർ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാഫിറുകളെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടതും പുറത്തുള്ളവരൊക്കെ കൊല്ലണം എന്ന് വിശ്വസിക്കുന്നു. ഇതാണ് 4ാമത്തെ വിഷയം. 5ാമതായിട്ട് ഹിജറ. ഈ 5 വിഷയങ്ങളെ സംബന്ധിച്ച് മുസ്ലിം സമുദായം ഒരു ഭാഗത്തും ഈ വിഭാഗം ആളുകൾ മറുഭാഗത്തും നിൽക്കുന്നു. അവരുടെ ആശയത്തിൻ്റെ അടിത്തറകൾ അവർ വിശദീകരിക്കുന്നത്, ഉദാഹരണത്തിന് ഒരു പുസ്തകം ഉദ്ധരിച്ചാൽ അബു ഉമർ അൽ ബഗ്ദാദി അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായി, അതായത് ഈ ഐസിസിൻ്റെ തന്നെ അടിസ്ഥാന പുസ്തകങ്ങളിൽ ഒന്നായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമായിട്ടുള്ള അൽ മജ്മു ലിൽ ഖാദത്ത് ദൗലത്തുൽ ഇറാഖ് അൽ ഇസ്ലാമിയ നുഖ്ബത്ത് അൽ എലാം അൽ ജിഹാദി എന്ന് പറയുന്ന പുസ്തകം, 1000 ചില്ലാനം പേജുള്ള പുസ്തകം, ഏകദേശം 4 വർഷമായിട്ട് അദ്ദേഹം നടത്തിയ പ്രഭാഷണങ്ങൾ, അബൂ ഉമർ അൽ ബഗ്ദാദി നടത്തിയ പ്രഭാഷണം, അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ, ഇതൊക്കെ ഒരുമിച്ചാക്കിയിട്ടൊരു മജ്മ, ഒരു കൂട്ടിയിട്ടുള്ള ഒരു സാധനം ആയിട്ട് അദ്ദേഹം അത് അവതരിപ്പിക്കുകയും ആ ഏട് ഐസിസിൻ്റെ അടിസ്ഥാന പുസ്തകങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട പുസ്തകമായിട്ട് അവതരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പം ഇങ്ങനെ ഇതിനൊരു ആശയപരമായ അടിത്തറയുണ്ട്. ആ അടിത്തറ സാധാരണ കേരളത്തിനകത്ത് വളരെ അപക്വമായിട്ട് സംസാരിക്കുന്ന ആളുകളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരുപാട് വിശദമായിട്ട് തന്നെ ഇതും അതുപോലെ തന്നെ മൊത്തം ടെറർ പ്രോസിക്യൂഷൻസിനെ സംബന്ധിച്ചും ആൻറ്റി ടെറർ ലെജിസ്ലേഷൻസിനെ സംബന്ധിച്ചൊക്കെ വിശദമായിട്ടുള്ള പഠന ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വിഷയത്തിൽ അപക്വമായിട്ടുള്ള സമീപനങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇത് യഥാർത്ഥത്തിൽ സലഫികളാണ്, അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഇത് കേരളത്തിലെ ഈ പറയുന്ന സംഘടനാപരമായ ശത്രുത, സംഘടനാപരമായ വെറുപ്പും വിദ്വേഷവും ഇതിൽ തീർക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇത് ശരിക്കും മുജാഹിദുകളാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിനെതിരെ പറയുന്ന പ്രസംഗങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏതായാലും അങ്ങനെയല്ല അതിൻ്റെ ഘടന. ശരിക്കും സലഫി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെയുള്ള സംഘടനാപരമായ പ്രശ്നം പരിഹരിക്കാൻ അത് ഉപയോഗിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ സംഘടനാപരമായ ശത്രുത തീർക്കാൻ വേണ്ടി അത് ഉപയോഗിക്കാൻ ഒരിക്കലും കഴിയില്ല. ഒരിക്കലും ഇവിടെയുള്ള സലഫികൾ എന്നല്ല, ലോകത്തെ 99% സലഫികളും ഈ ഒരു വാദത്തെ അംഗീകരിക്കുന്നവരല്ല. ഇവരുടെ കണ്ട കോടാലികളാണ്. ഇവരുടെ ഏറ്റവും വലിയ അതിനെ ഗണ്ണിക്കുന്ന ആളുകളാരെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന സലഫികൾ തന്നെയാണ്. അപ്പോൾ ഇവരാരാണ്? ഇവർ തീർച്ചയായിട്ടും സലഫി എന്ന് പറയുന്ന ആശയത്തെ, ഇപ്പോൾ ഈ പുസ്തകം ഞാൻ ഉദ്ധരിച്ച പുസ്തകം 1000 ചില്ലാനം പേജുള്ള പുസ്തകത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ മാർദിൻ ഫത്വ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ പുസ്തകം മുതൽ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് വരെയുള്ള പുസ്തകങ്ങളെയാണ് അവർ തെളിവായിട്ട് ഉദ്ധരിക്കുന്നത്. അതല്ലാത്ത വേറൊരു പുസ്തകം അവർ തെളിവായിട്ട് ഉദ്ധരിക്കില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ആ മൻഹജിൽപ്പെടുന്ന പുസ്തകങ്ങൾ മാത്രമേ അവർക്ക് തെളിവായിട്ടുള്ളൂ. അപ്പോൾ എന്താണ് ഇവരുടെ അടിസ്ഥാനം? ലോകത്ത് സലഫികൾ എന്ന് പറയുന്നത് അതിൽ 3 തരം സലഫികളുണ്ട്. ഒന്ന് അസ്സലഫിയ അൽ ഇൽമിയ എന്ന് പറയുന്ന സലഫിയാണ്. അതാണ് ലോകത്തെ മഹാഭൂരിപക്ഷം സലഫികൾ. അസ്സലഫിയ അൽ ഇൽമിയ എന്ന് പറയുന്നത് സ്കോളർലി സലഫീസ് എന്ന് പറയുന്നതിന്, ഉദാഹരണത്തിന് സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യം 932 അബ്ദുൽ അസീസ് ഇബ്നു സൗദ് നേതൃത്വം കൊടുത്തുകൊണ്ടൊരു രാഷ്ട്രം കെട്ടിപ്പടുക്കുന്ന സമയത്ത് ആ രാഷ്ട്രത്തിൻ്റെ ഫോർമുല എന്താണെന്ന് ചോദിച്ചാൽ ആലു ഷെയ്ഖ് ആലു സൗദ്, ആലു ഷെയ്ഖും ആലു സൗദും ചേർന്നിട്ടാണ് ഒരു രാഷ്ട്രം. അവിടെ മതപരമായ കാര്യങ്ങൾ ആലു ഷെയ്ഖ് പറയും. അതുപോലെ തന്നെ ആലു സൗദ് അവരുടെ കയ്യിലാണ് മിലിറ്ററിയും അതുപോലെ നിയമവും ഭരണമൊക്കെ ഉള്ളത്. ഈ 2 പേരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഉസ്മാനിയ ഖിലാഫത്ത് എന്ന് പറയുന്ന ഓട്ടോമൻ എംപയറിനെതിരെ അവർ അവർക്കെതിരെ തക്ഫീർ, അവരെക്കുറിച്ച് പറഞ്ഞത് അദ്ദൗല അൽ കുഫ്രി അൽ കുഫ്രിയ ദൗല അൽ കുഫ്രിയ എന്നാണ്. അദ്ദൗല അൽ കുഫ്രിയ ഓട്ടോമൻ എംപയർ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു രാഷ്ട്രം അല്ലെങ്കിൽ ഒരു സംവിധാനം അതിനെതിരെ നമ്മൾ രൂപപ്പെടുത്തുന്നത് പറഞ്ഞിട്ടാണ് സൗദി അറേബ്യയുടെ ആദ്യത്തെ, നിങ്ങൾ കറസ്പോണ്ടൻസ് നോക്കിയാൽ എല്ലാം രേഖയാണ്, എല്ലാം നമ്മുടെ മുമ്പിലുള്ള രേഖകൾ കാണാൻ സാധിക്കും. പക്ഷേ ഈ സൗദി അറേബ്യക്കകത്തുള്ള കൊട്ടാര പണ്ഡിതന്മാർ, അല്ലെങ്കിൽ കൊട്ടാരത്തിൽ അവരോടൊപ്പമുള്ള പണ്ഡിതന്മാർ, അബ്ദുൽ വഹാബ് മുതൽ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് മുതൽ ഇന്ന് ഇപ്പോൾ തൊട്ടുമ്പോൾ ഇബ്നു ബാസ്, ഇപ്പോൾ ഉള്ള സാലിഹ് ഫൗസാൻ, റബി ഹാദി അൽ മദ്ഖലി, ഇവരെല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഈ അസ്സലഫിയ അൽ ഇൽമിയയുടെ വ്യത്യസ്ത സ്പെക്ട്രംസാണ്. അവർ ഇതിൻ്റെ അകത്തുള്ള തന്നെ വ്യത്യസ്ത സ്പെക്ട്രംസാണ്. അവർക്ക് അവരുടേതായ മൂവ്മെൻറ്റ്സ് ഉണ്ട്. മദ്ഖലി മൂവ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഫൗസാൻ അദ്ദേഹത്തിൻ്റെതായ ഒരു ധാര ലോകത്തുടനീളം ഉണ്ട്. ഇങ്ങനെ പക്ഷെ എന്നാലും അതെല്ലാം ഈ പറയുന്ന ആദ്യത്തെ സെറ്റിൽപ്പെടും. അസ്സലഫിയ അൽ ഇൽമിയ, സ്കോളർലി സലഫിസം, അല്ലെങ്കിൽ സ്പിരിച്വലിസ്റ്റ്സ് എന്ന് പറയുന്ന സ്പിരിച്വൽ സലഫി, അല്ലെങ്കിൽ അവരെക്കുറിച്ച്
പൊളിറ്റിക്കൽ ക്വയറ്റിസ്റ്റ്സ് എന്നൊക്കെ പിന്നെ അക്കാഡമിഷ്യൻസ് അതിനെക്കുറിച്ച് പേരിട്ടതായിട്ട് കാണാൻ സാധിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാദം എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്ത് നമ്മൾ ചെയ്യേണ്ടത് തൗഹീദ് സ്ഥാപിക്കുക, സുന്നത്ത് സ്ഥാപിക്കുക, ബിദ്അത്തിനെയും ഷിർക്കിനെയും ഉച്ചാടനം ചെയ്യുക. ഇതാണ് നമ്മുടെ പണി. അത് ചെയ്താൽ ബാക്കിയെല്ലാം വിൽ ബി ഇൻ പ്ലേസ്. എല്ലാം ശരിയാവും, എല്ലാം റെഡിയാവും. ഓരോ സാമൂഹിക രാഷ്ട്രീയ വിഷയത്തിൽ നിങ്ങൾ വെവ്വേറെ ഇടപെടേണ്ടതില്ല എന്നുള്ളതാണ് അവരുടെ സുചിന്തിതമായ തീരുമാനം. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലു സ്വാലിഹാത്ത് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ് കമാ ഇസ്തഖ്ലഫൽ ലദീന മിൻ ഖബ്ലിഹിം വലയുബദ്ദിലന്ന ലഹും. ആയത്തില്ല, സൂറത്തുൽ നൂറിലെ 65-ാമത്തെ ആയത്ത്, യഅബ്ദൂനനി ലാ യുശ്രികൂന ബി ഷൈഅ എന്നുകൊണ്ട് അവസാനിക്കുന്ന ആ ആയത്തിൽ, നിങ്ങൾ ഇബാദത്ത് എനിക്ക് ചെയ്യുക, നിങ്ങൾ ശിർക്ക് ചെയ്യാതിരിക്കുക, എങ്കിൽ നിങ്ങൾക്ക് ഖിലാഫത്ത്, നിങ്ങൾക്ക് മുൻകഴിഞ്ഞു പോയ ആളുകളെ പോലെ നിങ്ങൾക്ക് ഖിലാഫത്ത് കിട്ടും. ഇവിടെ നല്ല അമൻ, നല്ല ശാന്തിയുള്ള നല്ലൊരു സമൂഹം കെട്ടിപ്പടുക്കും. എല്ലാം വിൽ ഫോളോ, എവറിഥിങ് വിൽ ഫോളോ വൺസ് തൗഹീദ് ഇസ് എസ്റ്റാബ്ലിഷ്ഡ്. ഇതാണ് ഒന്നാമത്തെ വിഭാഗത്തിൻ്റെ അഭിപ്രായം. രണ്ടാമത്തെ വിഭാഗം അസ്സലഫിയ അൽ ഹറക്കിയാണ്. അവർ ആക്ടിവിസ്റ്റ് സലഫികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ ഇടപെടണം എന്നാണ് അവരുടെ അഭിപ്രായം. ഉദാഹരണത്തിന് അതിലൊരുപാട് സ്പെക്ട്രംസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഒരുപാട് വ്യത്യസ്ത സ്പെക്ട്രംസ്, ലോകത്ത് ആയിരക്കണക്കിന് സലഫികളുണ്ട്. അപ്പോൾ അതിലൊരുപാട് സ്പെക്ട്രംസ് ഉണ്ട്. അതിൽ ഏറ്റവും ചെറിയ സ്പെക്ട്രം എന്ന് പറയുന്നത് പക്ഷേ ഇന്ത്യയിലാണെങ്കിൽ അബ്ദുൽ വഹാബ് ഖിൽജി നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ ഇസ്ലാഹി മൂവ്മെൻറ്റ് എന്ന് പറയുന്ന സംഘടനയുടെ പ്രസിഡന്റ് മരിച്ചുപോയി, മർഹൂം. അദ്ദേഹത്തിൻ്റെ ഇവിടെ കേരളത്തിലാണെങ്കിൽ നമുക്കറിയാം മടവൂർ വിഭാഗം എന്ന് പറയുന്ന നമ്മുടെ അടുത്ത കാലത്ത് സംഘടന ഒന്നാവുകയും പിന്നീട് മർക്കസ് ദാവ രൂപീകരിക്കുകയും ചെയ്തു. അതൊരു പക്ഷേ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ സജീവമായ സാന്നിധ്യം വേണം അവകാശപ്പെടുന്ന അത് നമ്മൾ ചെയ്യണം. ചെറിയ ചെറിയ സ്ഥലത്ത് ഓരോ നാട്ടിലും പിന്നെ ചാരിറ്റി വർക്ക്സ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ സംരംഭങ്ങൾ, അതുപോലെ ചെറിയ ചെറിയ നാട്ടിലുള്ള സാമൂഹിക തിന്മകൾ, അതുപോലെ തന്നെ ഇവിടെയുള്ള പിന്നെ ഉദാഹരണത്തിന് കാലാവസ്ഥ വ്യതിയാനം ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇടപെടണം. ഗ്രീൻ ഹൗസ്, ഇവിടെയുള്ള ഗ്ലോബൽ വാർമിംഗ്, ഇതൊക്കെ നമ്മുടെ വിഷയമാണ് എന്ന് പറയുകയും അത് നമ്മുടെ ആദർശത്തിൻ്റെയും നമ്മുടെ പ്രവൃത്തിയുടെയും ഭാഗമാവണമെന്ന് പറയുന്ന ആളുകളാണ്. അതിൻ്റെ ഏറ്റവും അങ്ങേയറ്റം ആരെന്ന് ചോദിച്ചാൽ ഈ വിഭാഗം, ഈ രണ്ടാമത്തെ വിഭാഗത്തിൽ ഏറ്റവും അങ്ങേയറ്റം ആരെന്ന് ചോദിച്ചാൽ പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ നടത്തണമെന്ന് ആവശ്യപ്പെടുന്ന വിഭാഗമാണ്. ഉദാഹരണത്തിന് അൽ ജസായർ, അൽജീരിയയിലുള്ള സലഫി പാർട്ടി, അതുപോലെ തന്നെ കുവൈത്തിലുള്ള അൽനൂർ പാർട്ടി, അൽ ഹസാൻ്റെ നേതൃത്വത്തിലുള്ള അൽനൂർ പാർട്ടി, അതുപോലെ തന്നെ പിന്നെ ഈ പറയുന്ന ഓർഗനൈസേഷൻസ് എല്ലാം കുവൈത്ത്, അൽജീരിയ, പിന്നെ ഇവൺ ഈജിപ്തിലുള്ള അൽനൂർ പാർട്ടി, ഇവരൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മറ്റേ ഭാഗം, അങ്ങേയറ്റം. അവരെ സംബന്ധിച്ചിടത്തോളം ബാലറ്റ് ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നവും നമ്മുടെ തൗഹീദിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയുടെ ഭാഗമാണെന്ന് അവർ വിശ്വസിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ വിഭാഗം. അവർ സാമൂഹിക രാഷ്ട്രീയ മേഖലയിൽ ഇടപെടണമെന്ന് പറയുന്ന ആളുകളാണ്. ഇവർ ഒന്നാമത്തെ വിഭാഗത്തിനെതിരാണ്. കാരണം ഒന്നാമത്തെ വിഭാഗം കാലഘട്ടത്തിൻ്റെ ചുമരെഴുത്തുകൾ വായിക്കാത്തവരാണെന്ന് അവർ വിശ്വസിക്കുന്നു. അവർ ഈ നിലവിലുള്ള പിന്നെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അവർ വളരെ ദൂരെയാണെന്ന് അവർ വിശ്വസിക്കുന്നു. ഏതായാലും ഇതാണ് അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം. മൂന്നാമത്തെ വിഭാഗം ആരാന്ന് ചോദിച്ചാൽ അസ്സലഫിയ അൽ ജിഹാദിയ എന്നാണ് അതിൻ്റെ കാറ്റഗറി. അവരുടെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ അബൂ മുഹമ്മദ് മഖ്ദിസി, അതുപോലെ തന്നെ പിന്നെ അബൂ ഉമർ അൽ ബഗ്ദാദി, അതുപോലെ ഷുഐബി, ഇങ്ങനെ ഒരുപാട് 10-20 ഉലമാക്കളുടെ, ഇവരുടെ ഉലമാക്കൾ എന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെയുള്ള ആളുകളുടെ അവരുടെ കയ്യിലുള്ള കുറേ എഴുത്തുകാരും പ്രാസംഗികരും നിങ്ങൾക്ക് കാണാൻ പറ്റും. അവർ ഫുള്ളായിട്ട് ഉപയോഗിക്കുക, അവർ പിന്നെ സലഫി മൻഹജാണ് നമ്മുടെ മൻഹജ് എന്നാണ് അവർ അവകാശപ്പെടുക. പക്ഷെ അതല്ല, അന്ന് മറ്റുള്ളവരെല്ലാവരും അതിന് ഗണ്ണിക്കും. നിങ്ങൾക്ക് സലഫി മൻഹജ് അല്ല ഉള്ളത്, നിങ്ങൾക്ക് പഴച്ച ആശയമാണെന്നുള്ളതെന്ന് അവർ പറയും. പക്ഷേ ഈ ഒരു ആശയമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഐസിസ് എന്ന പേര് നമ്മൾ അറിയുന്ന പിന്നെ സംഘടന. ആ ആശയത്തിൻ്റെ പ്രശ്നം എന്താ ചോദിച്ചാൽ അത് എക്സ്ക്ലൂസിവിസ്റ്റാണ്, എല്ലാ തീവ്രവാദത്തെയും പോലെ. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ലോകത്ത് ഒരുപാട് തരത്തിലുള്ള ഐഡിയോളജിക്കൽ എക്സ്ട്രീമിസ്റ്റ് ഉണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഹിന്ദുത്വ തീവ്രവാദികളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വസിക്കുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ ക്രമമുണ്ട്. അതിൽ വിശ്വസിക്കാത്ത എല്ലാവരെയും തുടച്ചു നീക്കണം എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അവരെ ഇല്ലായ്മ ചെയ്യണം. അപ്പോൾ ഒന്നാമത്തത് ഹെയ്റ്റ്, വെറുപ്പാണ് അവരുടെ ഉള്ളിലുള്ള ഒന്നാമത്തെ കാര്യം. ഹെയ്റ്റ്, ഭയങ്കര വെറുപ്പാണ്. അവരല്ലാത്ത എല്ലാവരോടും ഭയങ്കര വെറുപ്പാണ്. രണ്ടാമത്തേത്, നിലവിൽ ഉള്ള ഈ സാമൂഹിക രാഷ്ട്രീയ ചുറ്റുപാട് മാറ്റിയിട്ട് മൊണോട്ടണസ് ആയിട്ടുള്ള ഒരൊറ്റ ആശയം മാത്രമേ അവിടെ നിലനിൽക്കാൻ പാടുള്ളൂ. ഇവിടെ പ്ലൂറലിസ്റ്റിക് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടാകാൻ പാടില്ല. ഇവിടെ ബഹുസ്വരതയൊന്നും ഉണ്ടാകാൻ പാടില്ല. ഒരൊറ്റ ആശയം ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇവിടെ രണ്ടാമത്തെ പ്രത്യേകത.
മൂന്നാമതായിട്ട് അവർ വിശ്വസിക്കുന്ന ആശയം സ്ഥാപിക്കാൻ വേണ്ടി വയലൻസിനെ അവർ ഉപയോഗിക്കുന്നുള്ളതാണ് മൂന്നാമത്തെ ആശയം, അടിസ്ഥാനം. ഇത് ഈ പറയുന്ന എല്ലാ തീവ്രവാദത്തിലും ഒരേപോലെയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഹിന്ദുത്വ തീവ്രവാദം, സനാതൻ സംസ്ഥ, നമുക്കറിയാം. പിന്നെ മോദി അങ്ങനെ പറഞ്ഞെങ്കിലും പിന്നീട് യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ ഇന്ത്യയിലെ 2 സംഘടനകളെ ഹിന്ദുത്വ ഭീകരവാദ സംഘടനകളായിട്ട് യുണൈറ്റഡ് നേഷൻസ് പ്രഖ്യാപിക്കേണ്ടത് കഴിഞ്ഞ വർഷം 2018. അതേപോലെ ക്രിസ്ത്യൻ ഭീകര സംഘടനകളുണ്ട്, വൈറ്റ് സുപ്രീമസിസ്റ്റ് ഓർഗനൈസേഷൻസ്, ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ മിഷണറിമാർ. അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തീവ്ര ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ വിഭാഗങ്ങൾ. അവർ വിശ്വസിക്കുന്നത് അവരല്ലാത്ത ആരും ഇവിടെ ഭൂമിയിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അതിലൊക്കെ തുടച്ചു നിൽക്കണം. ബുദ്ധിസ്റ്റ് തീവ്രവാദമുണ്ട്. നിങ്ങൾ ജപ്പാൻ, മ്യാൻമർ, തായ്ലൻഡ്, ബർമ്മ ഇവിടെയൊക്കെ പോയാൽ ബുദ്ധിസ്റ്റ് തീവ്രവാദികളെ കാണാൻ പറ്റും. ഏറ്റവും സമാധാനം അറിയുന്ന ആശയം മാത്രം പറഞ്ഞ ഒരു ആശയമെന്ന് ആളുകൾക്കിടയിൽ ഉള്ളിൽ ഉറച്ചൊരു വിഷയം, ഒരു മതം. ആ അതിൻ്റെ അകത്ത് നിങ്ങൾ കാണാൻ സാധിക്കും തീവ്രവാദം നിലനിൽക്കുന്നു. ഈ പറയുന്ന ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ വിഭാഗങ്ങളിലെ തീവ്രവാദികൾ എന്താ വിശ്വസിക്കുന്നറിയാം? അവർ വിശ്വസിക്കുന്നത് ഒരു ആർമഗഡോൺ എന്ന് പറയുന്ന ഒരു വലിയ യുദ്ധം ലോകത്ത് നടപ്പിലാവുമെന്നാണ്. ആർമഗഡോൺ, അൽ മൽഹമ അൽ കുബ്ര എന്ന ഹദീസുകളിൽ പറയുന്ന ഒരു മഹായുദ്ധം. ആ യുദ്ധം ലോകത്ത് നടമാടും എന്നവർ വിശ്വസിക്കുന്നു. അത് ഒരു ഭാഗത്ത് ക്രിസ്ത്യൻ ജൂത അലയൻസ്, ഒരു ഭാഗത്ത്, മറുഭാഗത്ത് മറ്റുള്ള ആളുകൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുസ്ലിങ്ങളാണ്. ആ യുദ്ധത്തിൻ്റെ എപ്പിസെൻറ്റർ അത് ഇസ്രായേലായിരിക്കും. ഇപ്പം നിലവിലുള്ള ഇസ്രായേലായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. എന്നിട്ട് ആ യുദ്ധത്തിൽ ലോകം കണ്ടതിൽ വെച്ച് ഇന്നേ വരെയുള്ള യുദ്ധങ്ങളിൽ ഏറ്റവും വലിയ യുദ്ധമായിരിക്കും. ആർമഗഡോൺ യുദ്ധത്തെ സംബന്ധിച്ച് ബൈബിളിൽ കാണുന്ന ഭാഗങ്ങൾ വായിച്ചുകൊണ്ട് അവർ വിശദീകരിക്കണം. അങ്ങനെ ആ യുദ്ധം കഴിഞ്ഞാൽ കുതിരയുടെ മൂക്കോളം ചോരയുണ്ടാവുന്നതാണ് ആ സ്ഥലത്ത്, ആർമഗഡോൺ പറമ്പിൽ, ആ ഗ്രൗണ്ടിൽ. എന്നിട്ട് ആ യുദ്ധത്തിൻ്റെ ഏറ്റവും അവസാനത്തിൽ യേശു ഇറങ്ങി വരും. അവിടെയാണ് യേശുവിൻ്റെ നസൂൽ ഈസ ഇബ്നു മറിയം എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആ ഈസ ഇറങ്ങി വരിക. എന്നിട്ട് ഇറങ്ങി വന്നതിന് ശേഷം അദ്ദേഹം അവിടെയുള്ള ജൂതന്മാരോട് അഭിസംബോധന ചെയ്യും. സ്വാഭാവികമായിട്ടും എല്ലാ ജൂതന്മാരും ക്രിസ്ത്യാനികളായിട്ട് മാറും. അവർ വിശ്വസിക്കുന്ന ആർമഗഡോൺ യുദ്ധമാണ്, അപ്പോക്കലിപ്സ് എന്നാണ് അതിന് പറയുന്നത്. എന്ന് മാത്രമല്ല, ലോകത്തുടനീളമുള്ള മുഴുവൻ മതവിഭാഗങ്ങളും അവരൊന്നുകിൽ ക്രിസ്ത്യാനിയാവും, ഇല്ലെങ്കിൽ അവരെ കൊല്ലും, അവരെ വൈപ്പ് ഔട്ട് ചെയ്യും ലോകത്ത് നിന്ന്. ഇങ്ങനെയുള്ള ഒരു യുദ്ധത്തെ സംബന്ധിച്ചാണ് ആർമഗഡോൺ യുദ്ധം, അപ്പോക്കലിപ്സ് എന്ന് ബൈബിളിൽ പറഞ്ഞത് എന്ന് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് വിശ്വസിക്കാം. അപ്പോൾ ആ യുദ്ധം നടപ്പിലാവണമെങ്കിൽ അവർ വിശ്വസിക്കുകയാണ് ഇസ്രായേൽ പ്രദേശത്ത് ഇസ്രായേലികളല്ലാത്ത ആരും ഉണ്ടാവാത്തൊരു സാമൂഹിക സാഹചര്യം വരണം. അവിടെയുള്ള മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ അറബികൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വംശജർ അവരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ആദ്യം പുറന്തള്ളാം. എന്നിട്ട് അവിടെ ഇസ്രായേലികളെ നിറക്കുക. ആ ഇസ്രായേലികൾ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ജ്യൂസ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരു യുദ്ധം ഉണ്ടാവും. അതാണ് ആർമഗഡോൺ യുദ്ധം. ആ ആർമഗഡോൺ യുദ്ധത്തിൻ്റെ അവസാനത്തിലാണ് യേശു ഇറങ്ങി വരിക. അപ്പോൾ യേശുവിനെ ഇറക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? ഇസ്രായേലിൻ്റെ അകത്ത് ജൂതന്മാരെ നിറക്കണം. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ സയനിസ്റ്റ്സ് എന്ന് സ്വയം തന്നെ വിശേഷിപ്പിക്കുന്ന ഈ ആളുകൾ ഡെമോക്രാറ്റ്സിലുമുണ്ട്, റിപ്പബ്ലിക്കൻസിലുമുണ്ട്. US-നകത്ത് 70 മില്യൺ വോട്ടേഴ്സ് അവർ പ്രോ ഇസ്രായേൽ വോട്ടേഴ്സാണ് എന്ന് പറഞ്ഞാലും മഹാഭൂരിപക്ഷം. അതുകൊണ്ടാണ് അമേരിക്ക ഇസ്രായേലിനെതിരെ വരുന്ന എല്ലാ കരാറുകളും എല്ലാ പ്രപ്പോസൽസും റെസൊല്യൂഷൻസും അവർ വീറ്റോ ചെയ്യുന്നത്, അവർ റദ്ദ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയേറെ അവർ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, യേശു ക്രിസ്തു എന്ന് പറയുന്ന ക്രിസ്ത്യാനികളുടെ ദൈവമാണല്ലോ, ത്രിയേകത്വത്തിലൊരു അംശമാണല്ലോ യേശു. ആ യേശുവിനെ കൊന്നത് ജൂതന്മാരാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അവരുടെ ദൈവത്തെ കൊന്നവരാണ് ജൂതന്മാരെന്ന് അവർ വിശ്വസിക്കുന്നു. പക്ഷെ എന്നിട്ടും പിന്നെന്താണ് അവിടെ ലോകത്തിപ്പോൾ നമ്മൾ കാണുന്ന ലോകത്തെ ഏറ്റവും വലിയ അലയൻസ് ക്രിസ്ത്യാനികളും ജൂതന്മാരും ഒരുമിച്ചായത്? അതിൻ്റെ കാരണം ഇതാണ്. അവർ വിശ്വസിക്കുന്നത് നമ്മുടെ യേശുവിനെ ഇറക്കണമെങ്കിൽ ഈ ജൂതന്മാർ തന്നെ നമ്മൾ ഉപയോഗിക്കണം. ജൂതന്മാരെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ആ ഇസ്രായേലിൽ ഒരുമിച്ച് കൂട്ടണം. അതിനുശേഷം ആർമഗഡോൺ യുദ്ധം സംഭവിക്കും. അതിനുശേഷം യേശു ഇറങ്ങി വരും. ഇങ്ങനെയൊക്കെയാണ്
ഈ പറയുന്ന തീവ്ര ആശയം പ്രവർത്തിക്കുന്നത്. അത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അമേരിക്കയുടെ ഫോറിൻ പോളിസിയെ സംബന്ധിച്ച് ഒരുപാട് അമേരിക്കൻ ഫോറിൻ പോളിസി എഴുത്തുകാർ അതിനെക്കുറിച്ച് എഴുതായിട്ട് കാണാൻ സാധിക്കും. അതിനെ വിശേഷിപ്പിക്കുകയാണ് അപ്പോക്കലിപ്റ്റിക് ഫോറിൻ പോളിസി. അമേരിക്കയുടെ ഫോറിൻ പോളിസിയെ സംബന്ധിച്ച് പറയുന്നത് അപ്പോക്കലിപ്റ്റിക് ഫോറിൻ പോളിസിയിലാണ്. കാരണം അവർ അപ്പോക്കലിപ്സിന് വേണ്ടിയിട്ടാണ് ഈ ഫോറിൻ പോളിസി, പ്രോ ഇസ്രായേൽ പോളിസി എന്നവർ വിശ്വസിക്കുന്നുണ്ട് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ തീവ്ര വലതുപക്ഷ ക്രിസ്ത്യൻ തീവ്രവാദികൾ എന്ന് പറയുന്ന ആളുകളുടെ ആശയം. ഇങ്ങനെ എല്ലാ മതത്തിലും, ഈവൻ മതമില്ലാത്ത വിഭാഗത്തിലും, ഏത്തീസ്റ്റ് വിഭാഗങ്ങളിലും നിങ്ങൾക്കിങ്ങനെയുള്ള തീവ്ര ആശയം കാണാൻ സാധിക്കും. നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന പ്രസ്ഥാനമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം CPM ഉണ്ട്, അതേസമയം CPI മാവോയിസ്റ്റ് ഉണ്ട്, നക്സൽ ബാരി മൂവ്മെൻറ്റ് ഉണ്ട്, വാർ ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെ വ്യത്യസ്ത തീവ്ര വിഭാഗങ്ങളുണ്ട്. ഈ തീവ്ര വിഭാഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഒരിക്കലും മെയിൻ സ്ട്രീം ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ ബാധിക്കാറില്ലല്ലോ. അതിനിടയിലൊരു ഐഡിയോളജിക്കൽ അയൺ വാൾ, രണ്ടിനുമിടയിലൊരു ഒരു ഒരു പിന്നെ ഒരു ലോഹത്തിൻ്റെ ഒരു വലിയ മതിൽ കെട്ടിപ്പടുത്തിട്ടുണ്ട് ആശയപരമായ. അവർ ചെയ്യുന്നതൊന്നും ഇവരെ ബാധിക്കില്ല, ഇവർ ചെയ്യുന്നതൊന്നും അവിടെ ബാധിക്കില്ല. ഞാൻ പറയുന്നത്, ലോകത്തെ ഇസ്ലാമിക സമൂഹത്തിൽ, മുസ്ലിം സമൂഹത്തിനുള്ളിൽ ഈ പറയുന്ന ചെറിയ മിനിസ്ക്യൂൾ മൈനോറിറ്റി ആയിട്ടുള്ള ഈ ചെറിയ വിഭാഗം തീവ്രവാദികൾ അവരുടെ ആശയത്തിൻ്റെ അടിസ്ഥാനങ്ങളെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് തന്നെ, ഞാൻ പറഞ്ഞ 5 അടിസ്ഥാനങ്ങളാണ്. ഈ 5 അടിസ്ഥാനങ്ങളിൽ മുസ്ലിം സമുദായം ഒരു ഭാഗത്തും അവർ മാത്രം മറുഭാഗത്ത് നിൽക്കുന്ന വിഷയങ്ങളാണിത്. അതിലെല്ലാ സലഫികളും എല്ലാ സുന്നികളും ലോകത്തെ എല്ലാ മുസ്ലിം സമുദായവും എല്ലാം അതിൽ വരും. പക്ഷെ അതേസമയം മറ്റേ വിഭാഗമാണ് അതിൽ വിശ്വസിക്കുന്നത്. അത് അങ്ങനെ ഒരു കൃത്യമായ ഒരു ഐഡിയോളജിക്കൽ ഡെഫിനിഷനോടുകൂടി അതിനെ വേർതിരിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിലൊരു ക്ലാരിറ്റി ഉണ്ടാവും എന്നാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. അതേസമയം എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആശയം വളർന്നു വരുന്നത് എന്ന് ചോദിച്ചാൽ 2 കാരണങ്ങളാണ്. ഒന്നാമത്തേത്, ഇൻജസ്റ്റിസ് ബ്രീഡ്സ് ടെററിസം. ലോകത്ത് അനീതി പടർന്നു കൊണ്ടിരിക്കുകയാണ്. അനീതിയുടെ ഒരു വലിയ സുനാമി തന്നെയാണ് കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുക. ഒരു വിഭാഗം ആളുകൾ അവർ അനീതിയുടെ ശിക്കാറുകളായി, അതിൻ്റെ പ്രേസായിട്ട് മാറുന്നുവെങ്കിൽ അവരിൽ നിന്ന് സ്വാഭാവികമായിട്ടും വ്യത്യസ്തങ്ങളായ റെസിസ്റ്റൻസ് ഉണ്ടാവും. അതുണ്ടാവണമെന്നല്ല, ഉണ്ടാവാൻ പാടില്ല, പക്ഷെ ഉണ്ടാവും. അതാണ് രീതി. ശ്രീലങ്കയിൽ നിങ്ങൾക്കറിയാം, സിംഹളീസിനെതിരെ അവിടെയുള്ള തമിഴ് വംശജരായ ആളുകൾ അവർ നേരിടേണ്ടി വന്ന അനീതികൾ, അതിനവർ നേരിട്ടത് നമുക്കറിയാം. പ്രഭാകരൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ വിഭാഗം, ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഈലം എന്ന് പറയുന്ന സംഘടന. നിങ്ങൾക്കറിയാം, സിഖ് വിഭാഗത്തിനുള്ളിൽ നിങ്ങൾ കാണാൻ സാധിക്കും, സിഖ് വിഭാഗത്തിനുള്ളിൽ ബബ്ബർ ഖൽസ പോലുള്ള ഖലിസ്ഥാൻ മൂവ്മെൻറ്റ്, അവരൊരു തിയോക്രാറ്റിക് സ്റ്റേറ്റ്, ഖലിസ്ഥാൻ എന്ന് പറയുന്ന തിയോക്രാറ്റിക് സ്റ്റേറ്റിന് വേണ്ടിയിട്ടാണ് അവർ സംഘടിക്കുന്നത്. ഇങ്ങനെയുള്ള വിഭാഗങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇതൊന്നും ശരിക്കും ഉണ്ടാവാൻ പാടില്ല, ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. സുന്ദരമായ, സമത്വസുന്ദരമായ, വളരെ പീസ്ഫുള്ളായ ഒരു ലോകമാണ് നമുക്ക് കെട്ടിപ്പടുക്കേണ്ടത്. പക്ഷേ അനീതി ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രശ്നം. അനീതി നമ്മൾ ഇല്ലാതാക്കണം, അതാണ് അതിൻ്റെ പരിഹാരം നമ്പർ 1. രണ്ടാമതായിട്ട്, ഇസ്ലാമിക സമൂഹത്തിനകത്ത് നമ്മളൊന്ന് ഒരു ആത്മവിമർശനം നടത്തി കഴിഞ്ഞാൽ ഇസ്ലാമിക സമൂഹത്തിൽ നിങ്ങൾ കാണുവാൻ സാധിക്കും, കഴിഞ്ഞ 400 വർഷമായിട്ട് മുസ്ലിം സമൂഹത്തിനുള്ളിൽ ഒരു റെഫോർമേഷൻ യഥാർത്ഥത്തിൽ നടന്നിട്ടില്ല. എന്തർത്ഥത്തിൽ ചോദിച്ചാൽ, കഴിഞ്ഞ 400 വർഷമായിട്ട് ലോകത്ത് ഒരുപാട് പുരോഗതികൾ സംഭവിച്ചു, ദേശരാഷ്ട്രങ്ങൾ രൂപീകരിക്കപ്പെട്ടു, ലോകത്ത് പുതിയ പുതിയ ആശയങ്ങൾ, മോഡേണിറ്റി, പോസ്റ്റ് മോഡേണിസം, അതിൻ്റെ അകത്തുള്ള ഒരുപാട് വ്യത്യസ്തങ്ങളായ ആശയധാരകൾ, ഒരുപാട് ഫിലോസഫീസ്, ഇതെല്ലാം നിലവിൽ വന്നു. ജെൻഡറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ നടന്നു, അതുപോലെ തന്നെ സെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു. ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ മുസ്ലിം പണ്ഡിതന്മാർ അല്ലെങ്കിൽ മുസ്ലിം പുസ്തകങ്ങൾ, മുസ്ലിം കിതാബുകൾ, ഇസ്ലാമിക കിതാബുകൾ എല്ലാം മൗനത്തിലായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ നേർക്കുനേരെ സംവദിക്കാൻ തയ്യാറായില്ല എന്നുള്ളത്. ക്ലാസിക്കൽ ഇസ്ലാമിക് ലിറ്ററേച്ചേഴ്സ് മുഴുവൻ
400 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നിന്നുപോയി എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ കാരണം. ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാരണങ്ങളിൽ ആദ്യത്തേത്. ഉദാഹരണത്തിന്, ലോകത്ത് ഇസ്ലാമിൻ്റെ അകത്ത് 2 തരം അധ്യാപനങ്ങളുണ്ട് എന്ന് നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്നു. ഒന്ന് ഖവാബിത്ത് എന്ന് പറയുന്ന ഒരിക്കലും നമുക്ക് മാറാത്ത നിയമങ്ങൾ. ഉദാഹരണത്തിന് അഖീദ, നമ്മുടെ തൗഹീദ്, അതുപോലെ റിസാലത്ത്, ആഖിറത്ത്, അതുപോലെ ഹലാൽ, ഹറാമ്, ഇങ്ങനെ ഒരുപാട് ഒരു വലിയൊരു ലോകം തന്നെ നമുക്ക് ഖവാബിത്ത് ആയിട്ട് നമ്മുടെ മുമ്പാകെയുണ്ട്. അതൊരിക്കലും നമുക്ക് മാറ്റാൻ പറ്റില്ല. അതേസമയം മുത്തഗയ്യറാത്ത് എന്ന് പറയുന്ന മറ്റൊരു വിഭാഗമുണ്ട്. അത് കാലത്തിൻ്റെയും അതുപോലെ സാഹചര്യത്തിൻ്റെയും സമയത്തിൻ്റെയും സ്പേസിൻ്റെയും അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പുനർനിർവചിക്കുകയും അതിനെ പുനർവായിക്കുകയും അങ്ങനെ പുതിയ ആവിഷ്കാരങ്ങൾ ഉണ്ടാവുകയും ചെയ്യേണ്ടുന്നൊരു വിഭാഗമാണ് ഖവാബിത്ത്. ഓരോ പ്രദേശത്ത്, ഓരോ നാട്ടിൽ, ഓരോ സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ വിശദീകരണങ്ങൾ മാറും. ഈ പറയുന്ന വിശദീകരണങ്ങൾ മാറും. അതുകൊണ്ടാണ് പല ഫത്വകളും, യൂറോപ്പിൽ കൊടുത്തൊരു ഫത്വ ഇന്ത്യയിൽ ബാധകമല്ല എന്ന് പണ്ഡിതന്മാർ പറയുന്നത്. ഇന്ത്യയിൽ കൊടുത്തൊരു ഒരു ഫത്വ അത് സൗദി അറേബ്യയിൽ ബാധകമല്ല. കാരണം അതിൻ്റെ സാമൂഹിക, രാഷ്ട്രീയ, അതുപോലെ തന്നെ സമയത്തിൻ്റെ വ്യത്യാസമുണ്ട്. അതെല്ലാം വെവ്വേറെയാണ്. ഈ ഇഖ്തിലാഫ് അല്ലെങ്കിൽ ഈ വൈവിധ്യം, ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹത്തിൽ നമ്മൾ സമയത്തിൻ്റെയും കാലത്തിൻ്റെയും സാഹചര്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പുനർനിർവചിക്കേണ്ടതാണ്. അതിന് ആഴത്തിൽ ഇപ്പോൾ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് തന്നെ എന്താണ് ഒരു മുജ്തഹിദിൻ്റെ ക്വാളിറ്റി എന്ന് വിശദീകരിക്കുന്നത് പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. മുജ്തഹിദിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്ലാമിക ടെക്സ്റ്റുകൾ വായിച്ചാൽ ഒന്ന് നല്ല അറബി അറിയണം. അറബിയുടെ നല്ല അവഗാഹത്തിലുള്ള ആഴത്തിലുള്ള അറിവ് അദ്ദേഹത്തിന് ഉണ്ടാവണം. അദ്ദേഹം അത് വായിക്കുമ്പോൾ അറിവ് ഭാഷയിൽ മാത്രമല്ല, രണ്ടാമതായിട്ട് ആ ടെക്സ്റ്റ് അവതീർണമായ സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ടാവണം. കോണ്ടെക്സ്റ്റ്, ആ കാലഘട്ടത്തിൽ അദ്ദേഹം ജീവിക്കുന്നത് പോലെ അദ്ദേഹത്തിന് അതിൻ്റെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള അതിസൂക്ഷ്മമായ വിവരങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാവണം. കാരണം ഏത് സാഹചര്യത്തിലാണ് ഈ ടെക്സ്റ്റ് പറയപ്പെട്ടത്, അല്ലെങ്കിൽ അവതരിപ്പിക്കപ്പെട്ടത്, അല്ലെങ്കിൽ എഴുതപ്പെട്ടത് എന്ന് അദ്ദേഹത്തിന് അറിയണം. മൂന്നാമതായിട്ട് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന, അദ്ദേഹം ഇത് പ്രയോഗവൽക്കരിക്കാൻ ആഗ്രഹിക്കുന്ന ആ സ്ഥലത്തെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല അറിവുണ്ടാവണം. പിന്നെ അദ്ദേഹം ചെയ്യേണ്ടത് നാലാമത്തെ പ്രോസസ്സ്, ടെക്സ്റ്റിൽ നിന്ന് അതിൻ്റെ മൂല്യത്തെ എക്സ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് നിങ്ങൾ ടെക്സ്റ്റെല്ലാം എടുക്കേണ്ടത്, ടെക്സ്റ്റിൻ്റെ അകത്തുള്ള മൂല്യത്തെ നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യണം. അതിൻ്റെ അകത്ത് നിങ്ങൾ അതിൻ്റെ മൂല്യം നിങ്ങൾ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ആ മൂല്യം നിങ്ങളിവിടെ പ്രയോഗവൽക്കരിക്കുക നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച്. ഇതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രോസസ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മൾ പാലിക്കുന്നില്ല എങ്കിൽ നമ്മൾ ടെക്സ്റ്റലിസ്റ്റ്, ഹഫിയ, നമ്മൾ വെറും ടെക്സ്റ്റുകളായിട്ട് മാറും, ടെക്സ്റ്റലിസ്റ്റുകളായിട്ട് മാറും. അപ്പം അങ്ങനെ ആവരുത്. അങ്ങനെ ആവുന്നു എന്നുള്ളതാണ് ഈ ഒരു അവസ്ഥാവിശേഷം ഉണ്ടാവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. പഴയ ടെക്സ്റ്റുകൾ വായിക്കും. ദാറുൽ ഇസ്ലാം, ദാറുൽ ഹർബ് എന്നൊക്കെയുള്ള പഴയ നിർവചനത്തിൽ ആ ഒരു സാമൂഹിക രാഷ്ട്രീയ ചുറ്റുപാടിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളും ടെക്സ്റ്റുകളും വായിക്കും. എന്നിട്ട് അതെടുത്തിട്ട് ഇന്ന് ഉള്ള ഈ മോഡേൺ നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന പുതിയ ദേശരാഷ്ട്ര സംവിധാനത്തിൽ അത് പ്രയോഗവൽക്കരിക്കാൻ വേണ്ടി അത് ഈ കാലഘട്ടത്തിൽ അതേപോലെ വായിക്കും. അതുണ്ടാക്കുന്ന അപകടം ചില്ലറയൊന്നുമല്ല. അത് ആ കാലഘട്ടത്തിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എഴുതപ്പെട്ട ടെക്സ്റ്റാണ്. അതിവിടെ ബാധകമല്ല. പക്ഷെ അങ്ങനെ ബാധകമല്ല എന്ന് നിങ്ങൾക്ക് പറയണമെങ്കിൽ അതിനൊരു മൻഹജ്, അതിനൊരു മെത്തഡോളജി, ഒരിക്കലും ഗണ്ണിക്കാൻ കഴിയാത്ത ഒരു മൻഹജ് നിങ്ങൾക്ക് രൂപപ്പെടുത്താൻ കഴിയണം. അതാണ് കഴിഞ്ഞ 400 വർഷമായിട്ട് യഥാർത്ഥത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്ന് താരിഖ് റമദാനെ പോലുള്ള ആളുകൾ, അതുപോലെ തന്നെ ഹംസ യൂസഫിനെ പോലുള്ള ആളുകൾ വിശദമായിട്ട് തന്നെ, റാഷിദുൽ ഖനൂഷിയെ പോലുള്ള ആളുകൾ വിശദമായിട്ട് പുതിയ ഇസ്ലാമിക് ജൂറിസ്പ്രുഡൻസിനെ സംബന്ധിച്ച്, ഇസ്ലാമിക് ഫിഖ്ഹിനെ സംബന്ധിച്ച്, അതിൻ്റെ നിലവിലുള്ള ദൗർബല്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് അവർ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മുമ്പിലുള്ള 2 വലിയ ചാലഞ്ചസ്. ഇത് നമ്മൾ ശരിക്കും മുന്നിൽ കാണേണ്ടതാണ് എന്നുള്ളതാണ്. മൂന്നാമത്തേത്, ഏറ്റവും അവസാനമായിട്ട് പറയുവാനുള്ളത്, ഇസ്ലാമിക സമൂഹം എന്ന നിലക്ക് നമ്മുടെ ആശയത്തെ സംബന്ധിച്ച്, ഇസ്ലാമിക സമൂഹത്തിൻ്റെ ആശയപരമായ അടിത്തറകൾ നമ്മൾ നേരെ ഒന്നുകൂടി ആവർത്തിച്ച് ആളുകൾക്ക് മുമ്പാകെ അവതരിപ്പിക്കേണ്ടതുണ്ട്. ഇസ്ലാമിൻ്റെ അടിസ്ഥാനം സമാധാനമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ പേര് തന്നെ അർത്ഥം വെക്കുന്നത് പോലെ സമാധാനം എന്നാണ് ഇസ്ലാമിൻ്റെ അർത്ഥം തന്നെ. അല്ലെങ്കിൽ അള്ളാഹുവിന് കീഴ്പ്പെടുക, അള്ളാഹുവിന് കീഴ്പ്പെട്ടവനാണ് സമാധാനം ഉണ്ടാവുക, പൂർണ്ണമായ ആത്മശാന്തി ലഭിക്കുക. ഈ ആത്മശാന്തിയുള്ള വ്യക്തി, ആത്മശാന്തിയുള്ള സമൂഹം
ആത്മശാന്തിയുള്ള രാഷ്ട്രം, നാഗരികത, അങ്ങനെ വിഭാവന ചെയ്യുന്ന, അങ്ങനെ സ്വപ്നം കാണുന്ന, എൻവിഷൻ ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളെ കുറിച്ചാണ് നമ്മൾ മുസ്ലിം എന്ന് പറയുക. ആ സമൂഹത്തിൽ ഇസ്ലാമിനകത്ത് നിങ്ങൾ കാണാൻ സാധിക്കും എന്താണ് വയലൻസിനോടുള്ള നമ്മുടെ പ്രതികരണം, എന്താണ് നമ്മളെങ്ങനെയാണ് വയലൻസിനെ കാണുക. ഖുർആനിൽ പറയുകയാണ് ഇദ്ഫഅ ബില്ലത്തി ഹി അഹ്സൻ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹ ഇല്ലാ ദു ഹദ്ദിൻ അദീം. നിങ്ങൾ തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക, ദിഫാ ചെയ്യുക. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു നിങ്ങളുടെ ഉറ്റ മിത്രമായി തീരും. പക്ഷെ ഇതെല്ലാവർക്കും ചെയ്യാൻ സാധിക്കില്ല. വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു, ഇത് ചെയ്യാൻ സാധിക്കുക സബറുള്ള ആളുകൾക്കാണ്. ഇത് അങ്ങേയറ്റത്തെ ക്ഷമയും അതുപോലെ പെർസീവറൻസ് ഉള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്ന് ഖുർആൻ പറയും. ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ തത്വം. നിങ്ങൾ ഇങ്ങോട്ട് തിന്മ ചെയ്യുന്നവരോട് നിങ്ങൾ അങ്ങോട്ട് നന്മ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു നിങ്ങളുടെ ഉറ്റമിത്രമായിട്ട് തീരും. പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാഷ്ട്ര സംവിധാനത്തെക്കുറിച്ച് കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. രാഷ്ട്രം, അത് രാഷ്ട്രം എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം മോഡേൺ നേഷൻ സ്റ്റേറ്റ് നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ അതിന് വേറെ കുറേ മാനങ്ങളുണ്ട്. പവർ കറപ്റ്റ്സ്, അങ്ങനെയുള്ളൊരു പവറല്ല യഥാർത്ഥത്തിൽ പ്രവാചകൻ്റെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. ഒരു 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 പിരമിഡൽ ഹയറാർക്കിക്കൽ സ്ട്രക്ചറുള്ള ഒരു രാഷ്ട്രത്തെയാണ് നമ്മളിപ്പോൾ വിഭാവന ചെയ്യുന്നത്. പക്ഷേ പ്രവാചകൻ്റെ സമൂഹം അങ്ങനെ ഒരു പിരമിഡൽ സ്ട്രക്ചറല്ല. ഒരു അധികാരം മുഴുവൻ ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു അധികാര ഘടനയുള്ള ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചല്ല പ്രവാചകൻ മാനിഫെസ്റ്റ് ചെയ്തത്. ലതജിദന്ന അശദ്ദുന്നാസ അദാബത്തുല്ലദീന ആമനുൽ യഹൂദ് വല്ലദീന അശ്റകൂ എന്ന് ഖുർആനിൽ പറയുകയുണ്ടായി. അതായത് നിങ്ങളോട് ഏറ്റവും കൂടുതൽ ശത്രുത വെച്ച് പുലർത്തുന്നത്, മുസ്ലിങ്ങളോട് ഏറ്റവും കൂടുതൽ ശത്രുത വെച്ച് പുലർത്തുന്നത് ആരാണ്? ജൂതരാണ്. പിന്നെ അശ്റകൂ, ഷിർക്ക് ചെയ്യുന്നവരാണ്. പക്ഷെ അതേ ജൂതരുമായിട്ട് അങ്ങനെ ഒരു വംശീയത അല്ല അതിൽ പറഞ്ഞിട്ടുള്ളത്. പ്രവാചകൻ്റെ മദീന സംവിധാനത്തിനകത്ത് മദീന പാക്ട് എന്ന് പറയുന്ന ആ കരാറിൽ പ്രവാചകൻ ഒപ്പുവെക്കുന്നത് ബനു ഖുറൈള, ബനു ഖൈനുഖ, ബനു നദീർ, ബനുൽ മുസ്ദലിഫ് ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ ജൂത വിഭാഗങ്ങളുമായിട്ട് പ്രവാചകൻ കൈകോർക്കാണ്. എന്നിട്ട് നിങ്ങൾക്കറിയാം ദിമ്മി എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ദിമ്മി ഇസ്ലാമിലെ ദിമ്മി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒരു പക്ഷേ ഇന്ത്യയിൽ നിന്നുള്ള ലോകത്തുടനീളം തെറ്റിദ്ധരിക്കപ്പെടുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അതിനെപ്പോലും സുന്ദരമായിട്ട് അവതരിപ്പിക്കാൻ ഇസ്ലാമിക പക്ഷത്തു നിന്ന് സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ അപകടകരമാണ്, വളരെ ദൗർഭാഗ്യകരമാണ്. എന്താണ് ദിമ്മി? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ദിമ്മി എന്ന് പറയുന്നത് പ്രവാചകൻ്റെ കാലത്ത് ഇന്നുള്ളത് പോലെ നേഷൻ സ്റ്റേറ്റുകളല്ല ഉള്ളത്, ദേശരാഷ്ട്ര സംവിധാനങ്ങളല്ല ഉള്ളത്. അന്ന് ഓരോ കമ്മ്യൂണിറ്റി, ഓരോ ജാതി, ഓരോ മതത്തിൻ്റെതായ കമ്മ്യൂണിറ്റീസ് രൂപപ്പെടുകയാണ്. മുശ്രിക്കുകളുടെ ഒരു വലിയൊരു അല്ലെങ്കിൽ ഗോത്ര വിഭാഗങ്ങൾ, അവരുടെ ഒരു പ്രത്യേക വിശ്വാസവും ആചാരങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ ക്രിസ്ത്യാനികൾ, ജൂതർ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കമ്മ്യൂണിറ്റി ബേസ്ഡ് കമ്മ്യൂൺസ് ആണ് ശരിക്കും അന്നുണ്ടായിരുന്ന രാഷ്ട്ര സംവിധാനം എന്ന് നമ്മളിപ്പോൾ പറയുന്ന സാധനം. പ്രവാചകൻ്റെ സ്റ്റേറ്റ്, പ്രവാചകൻ ഉണ്ടാക്കിയ ആ സ്റ്റേറ്റ് അല്ലെങ്കിൽ മദീന പാക്റ്റ് പറയാണ് മറ്റൊരു മതവിഭാഗത്തെ ഇവിടെ പാടില്ല എന്ന് പറയുന്ന ആ സംവിധാനത്തെ നമ്മൾ അംഗീകരിക്കുന്നില്ല. ഇതിലെല്ലാവരും ഭാഗവാക്കാണ്. ഈ സംവിധാനത്തിനകത്ത് ജൂതരും എല്ലാവരും ഉണ്ട്. എല്ലാവരും നമ്മൾ കൈകോർക്കണം. വി ആർ വൺ, നമ്മളെല്ലാവരും ഒന്നാണ്. എന്നിട്ട് പറയണം ഇന്ന ഹാദ ഉമ്മത്തുക്കും ഉമ്മത്തും വാഹിദ, ഈ ഉമ്മത്ത് ഇന്ന് മുതൽ ഒറ്റ ഉമ്മത്താണ്. ഏത് ഉമ്മത്ത്? മുസ്ലിം ഉമ്മത്തല്ല. ഇവരെ ജൂതന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും ഒന്നാണ്. പുറത്തുനിന്ന് ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി അതിനെ നേരിടും എന്ന് പറയുന്ന ഒരു പ്ലൂറലിസ്റ്റിക് ആയിട്ടുള്ള മുസ്ലിം നേഷൻഹുഡിന് ആധാരമായിട്ട് ഉണ്ടായിട്ടുള്ള രാജ്യമല്ല, മറിച്ച് വ്യത്യസ്ത ജാതി മത വിഭാഗങ്ങൾ ഒരുമിച്ചുള്ള ഒരു സംവിധാനം പ്രവാചകൻ അവിടെ മാനിഫെസ്റ്റ് ചെയ്യും. എന്നിട്ട് എല്ലാവരും പറയണം നമ്മളെല്ലാവരും ഒന്നാണ്, ഒറ്റക്കെട്ടാണ്. ആ രാഷ്ട്രത്തിനകത്ത് പ്രവാചകൻ്റെ ഒഫീഷ്യൽ ഡോക്ടർ അബ്ദുല്ലാഹി ബിൻ ഉറൈഖിദ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യനാണ് പ്രവാചകൻ്റെ ഒഫീഷ്യൽ ഡോക്ടർ. മുസ്ലിം പ്രവാചകനെ കൊല്ലാനും പ്രവാചകനെ രോഗം ശിഫയാക്കാൻ പ്രയത്നിക്കുകയും ഒക്കെ ചെയ്യാം ഇയാൾക്ക്. പക്ഷെ ഇദ്ദേഹത്തെ വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഡോക്ടറായിട്ട് സ്വീകരിക്കാൻ അബ്ദുല്ലാഹി ബിൻ ഉറൈഖിദ്. പ്രവാചകൻ മദീനയിൽ നിന്ന് ഇസ്ലാമിൻ്റെ ഒഫീഷ്യൽ വക്താവായിട്ട് മദീനയിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് ആളുകളെ അയക്കുകയാണ്. പേർഷ്യയിലേക്ക് ഗവർണറായിട്ട് അയക്കുകയാണ്. അമ്ർ ബിൻ ഉമയ്യത്ത് ദംരി എന്ന് പറയുന്ന ആളെ. അദ്ദേഹം അന്ന് മുസ്ലിം ആയിരുന്നില്ല എന്ന് ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന സമയത്ത് അവിടെയുള്ള മക്ക മുശ്രിക്കുകളിൽ ഒരാൾ ഇബ്നു ദുഗ്ന എന്ന് പറയുന്ന ഒരാൾ പറയാണ്
പ്രവാചകരെ അല്ല അബൂബക്കർ, താങ്കളും പ്രവാചകരും ഇവിടുന്ന് പോകുന്നു എന്ന് പറയുന്നത് കേൾക്കും, നിങ്ങൾ പോവല്ല, ധൈര്യമായിട്ട് നിങ്ങൾ ഇവിടുന്ന് പോകരുത്, നിങ്ങളെയും നിങ്ങളെപ്പോലുള്ള ആളുകളും ഈ രാജ്യത്തിന് ആവശ്യമാണ് എന്ന് ഇബ്നു ദുഗ്ന വന്നിട്ട് പ്രവാചകനോട് പറയും. പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്ന സമയത്ത് ആ വഴിയിലുള്ള സകലതും വഴി കാണിച്ചു കൊടുക്കുന്നത് ഒരു അമുസ്ലിമായ ആളാണ്, ഒരു മുസ്ലിം. പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുന്ന സമയത്ത് പ്രവാചകൻ്റെ പടയങ്കി ഒരു ജൂതൻ്റെ കയ്യിലായിരുന്നുള്ളത് വളരെ സുപരിതമാണ്, ബന്ധത്തെയാണ് കാണിക്കുന്നത്. ഇങ്ങനെ വംശീയതയിൽ അടിസ്ഥാനമായിട്ടുള്ള, വർഗീയതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു മതമല്ല യഥാർത്ഥത്തിൽ ഇസ്ലാം വിഭാവന ചെയ്യുന്നത് എന്ന്, മുസ്ലിം നേഷൻഹുഡ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിലില്ല എന്ന് ഉച്ചൈസ്തരം പ്രഖ്യാപിക്കാൻ ഇസ്ലാമിനകത്ത് യൂസുഫ് ഖർളാവി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ വിശദമായിട്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ന് ലോകത്തെ മുസ്ലിങ്ങളുടെ ഉത്തരവാദിത്തം എന്ത് എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ ഉത്തരവാദിത്തം ജനാധിപത്യം ഇല്ലാത്തയിടത്ത് ജനാധിപത്യം ഉണ്ടാക്കാനുള്ള പരിശ്രമമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ജനാധിപത്യം ഉള്ളിടത്ത് അതിനെ ശക്തിപ്പെടുത്തുവാനുള്ള പരിശ്രമമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് യഥാർത്ഥത്തിൽ യൂസുഫ് ഖർളാവി എല്ലാ വിശദാംശങ്ങളോടുകൂടി തെളിവുകളോടുകൂടി അവതരിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വശം പുതിയ സാഹചര്യത്തിൽ അതിലുള്ള ഓരോ അംശത്തെയും ഈ പുതിയ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിൽ നടത്തുന്ന മുഴുവൻ ഡിസ്കോഴ്സിൻ്റെയും അടിസ്ഥാനങ്ങളെ ഇസ്ലാമിക മൂശയിൽ അതിനെ ഒന്നുകൂടി പരിശോധിക്കാൻ, അതിനെ ക്രിട്ടിക്കൽ അനാലിസിസിന് വിധേയമാക്കാൻ, എന്നിട്ട് ടെക്സ്റ്റുകളെ പുനർവായിക്കാൻ, നമ്മുടെ ഇസ്ലാമിൻ്റെ സങ്കല്പത്തെ പുതിയ സമൂഹത്തിന് ഉച്ചൈസ്തരം പ്രഖ്യാപിക്കുവാൻ, അവരെ മുമ്പാകെ അവതരിപ്പിക്കുവാനുള്ള പരിശ്രമവും ഈ അവസരത്തിൽ ചെയ്യേണ്ടതുണ്ട്. ഞാൻ ദിമ്മിയെക്കുറിച്ച് പറഞ്ഞെടുത്ത് വിട്ടുപോയൊരു സംഗതി എന്ന് ചോദിച്ചാൽ, പ്രവാചകൻ്റെ സമൂഹം നിങ്ങളാരും പോവേണ്ടതില്ല, നിങ്ങളെല്ലാവരും ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞിട്ട് നിർത്തുകയാണ് ചെയ്തത്. അവരാണ് ദിമ്മി എന്ന് പറയുന്നത്. പ്രവാചകൻ പറഞ്ഞത്, ഈ ദിമ്മിയെ സംബന്ധിച്ച് നാളെ പരലോകത്ത് അള്ളാഹു ഭരണാധികാരിയോട് ചോദിക്കും, അദ്ദേഹത്തെ ഇതിനെന്തെങ്കിലും അനീതി സംഭവിച്ചാൽ, ദിമ്മി എന്ന് പറഞ്ഞാൽ പ്ലൂറൽ സൊസൈറ്റി, മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ, അവരെക്കുറിച്ച് ചോദിക്കും. മൈനോറിറ്റീസ് അല്ലെങ്കിൽ മജോറിറ്റി ആയാലും അവരെക്കുറിച്ച് ചോദിക്കും. അപ്പോൾ ആൾ പറയും, അവരിൽ നിന്ന് പ്രത്യേകം ടാക്സ് ഈടാക്കിയല്ലോ. ശരിക്കും യഥാർത്ഥത്തിൽ പ്രത്യേകം ടാക്സ് ഈടാക്കുകയല്ല ചെയ്തത്, അങ്ങനെ ടാക്സ് ഇല്ല അവർക്ക്. ശരിക്കും ഇസ്ലാമിൽ സ്റ്റേറ്റിനകത്ത് എല്ലാവർക്കും സക്കാത്ത് കൊടുക്കണം, മുസ്ലിങ്ങൾ സക്കാത്ത് കൊടുക്കണം. മുസ്ലിങ്ങളുടെ സക്കാത്തിലെ 8 ഭാഗങ്ങളുണ്ട്. അതിലൊരു ഭാഗം സ്റ്റേറ്റിനുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആരാണോ വിതരണം ചെയ്യുന്നത് ആ എൻറ്റിറ്റികൾ, ആ സ്റ്റേറ്റാണ്. അപ്പോൾ അതാണ് മുസ്ലിങ്ങളുടെ ടാക്സ്. ആ സക്കാത്തിലൊരു ഭാഗം സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ട്. അതേപോലെ മറ്റുള്ളവർ, മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ സക്കാത്ത് ചോദിക്കാൻ പറ്റില്ലല്ലോ, അവർ മുസ്ലിങ്ങളല്ലല്ലോ. അപ്പോൾ അവരിൽ നിന്ന് വാങ്ങുന്നതാണ് ഈ പറയുന്ന പ്രത്യേക ടാക്സ്. അത് പ്രത്യേകമല്ല, മറ്റുള്ളവർക്കുണ്ട്, എല്ലാവർക്കുണ്ട്. ഇങ്ങനെ വിശദമായിട്ട് തന്നെ അതിനെ അവതരിപ്പിക്കാൻ, ആളുകൾക്ക് മുമ്പാകെ അതൊരു സെക്കൻഡ് ക്ലാസ് സിറ്റിസൻ്റെ റാങ്ക് അല്ല എന്നൊക്കെ അവതരിപ്പിക്കാനുള്ള ഒരു ഒരു പുതിയ റിസർച്ചും അവതരണമൊക്കെ മുസ്ലിം സമുദായത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതുണ്ട് എന്ന് കൂടി അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹു ഈ കൂടലും പറയലും ഒക്കെ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന യുവാക്കളെയും അതുപോലെ തന്നെ വലിയവരെയും അവരുടെ ചിന്തകളെയും അവരുടെ ചിന്താധാരയൊക്കെ സംബന്ധിച്ച് നമ്മൾ വിശദമായിട്ട് തന്നെ പോയിട്ട് പഠിക്കുവാനും അവരെ തെറ്റുണ്ടെങ്കിൽ തിരുത്തുവാനും ഒക്കെയുള്ള പരിശ്രമം നമ്മൾ നടത്തേണ്ടതാണ്. ഉള്ളിൽ തന്നെ ഇസ്ലാഹ് ചെയ്യുവാനുള്ള പരിശ്രമം നടത്തണം. ഇന്ന സംഘടന, മറ്റേയാൾ ഇന്ന സംഘടന എന്നും നമ്മൾ വെക്കേണ്ടതില്ല. എല്ലാവരും ഒരൊറ്റ ഉമ്മത്താണ് എന്ന സങ്കല്പത്തിൽ എല്ലാവരും നമ്മുടെ സഹോദരന്മാരാണ് എന്ന അർത്ഥത്തിൽ ഗുണകാംക്ഷയോടുകൂടി അവരെ തെറ്റുണ്ടെങ്കിൽ തിരുത്തുവാൻ, അവരെ നന്മയുടെ പാതയിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമം സമുദായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഈ പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്, നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഉണർത്തിക്കൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ ക്ഷമാപൂർവമായിട്ടുള്ള ഈ കേൾക്കലിന് നന്ദി പറഞ്ഞുകൊണ്ട് വാഹുദ്ദാൻ അസ്സലാമു അലൈക്കും. ഡിസ്കഷനുള്ള അവസരമാണ്. പറയപ്പെട്ട വിഷയപരമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ